ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്രോ എക്കണോമിക്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ്. എന്ന് വെച്ചാൽ 2024 ക്വസ്റ്റ്യൻസ്, അതുപോലെ 2023 രണ്ട് ഷിഫ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്കണോമിക്സിലെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മുടെ മാക്രോ എക്കണോമിക്സിലെ ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി നാഷണൽ ഇൻകം? നാഷണൽ ഇൻകത്തിന്റെ ഭാഗമായിട്ടല്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഫസ്റ്റ് ഓപ്ഷന് ഇൻകം ഫ്രം ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, സെക്കൻഡ് ദ ഇൻട്രസ്റ്റ് എമൗണ്ട് ഓൺ ദ അൺപ്രൊഡക്റ്റീവ് നാഷണൽ ഡെപ്റ്റ്, മൂന്ന് അൺഡിസ്പ്യൂട്ടഡ് പ്രോഫിറ്റ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഹൗസ് ഹോൾഡ് പേയ്മെന്റ് ടു ഫേം ഫോർ പർച്ചേസിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ ആൻസർ ചെയ്തോളൂ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണെന്ന് വരിക? കറക്റ്റ് നോക്കിയിട്ട് പറയൂ. 30 സെക്കൻഡ് തരാം. ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ബോക്സിൽ ഇടട്ടോ. സോ ആൻസർ ചെയ്തോ? എനിബഡി? യെസ്, ഓക്കെ, നോക്കാം. ആൻസർ പറഞ്ഞിട്ടുണ്ട് അമൽ. സോ ഇത് ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടാണ്? മാക്രോയിലെ നാഷണൽ ഇൻകം അല്ലെങ്കിൽ GDP ബന്ധപ്പെട്ടാണ്. GDP നമുക്കറിയാം, ഒരു വർഷത്തിൽ ഒരു എക്കോണമിയിൽ ഉണ്ടാക്കുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എമൗണ്ട്, ഇതിനെയാണ് GDP എന്ന്, ഫൈനൽ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി, അല്ലെ നാഷണൽ ഇൻകം. സോ ഇതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക. ഫസ്റ്റ് പറഞ്ഞു ഇൻകം ഫ്രം ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അത് നമുക്കറിയാം. ഇൻകം എന്നുള്ളത് കോൺസെപ്റ്റ് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നത്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ്, ആ ഇൻവെസ്റ്റ്മെന്റ് വഴി കിട്ടുന്ന റിട്ടേൺ, അതെന്തായാലും നാഷണൽ ഇൻകത്തിന്റെ ഭാഗമായിട്ട് വരും. പിന്നെ രണ്ടാമത് വരുന്നത് ദ ഇൻട്രസ്റ്റ് എമൗണ്ട് ഓൺ ദ അൺപ്രൊഡക്റ്റീവ് നാഷണൽ ഡെപ്റ്റ്. ഓക്കെ, സോ എന്താണ് ഇൻട്രസ്റ്റ് എമൗണ്ട് ഓൺ അൺപ്രൊഡക്റ്റീവ് നാഷണൽ ഡെപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ ഈ അൺപ്രൊഡക്റ്റീവ് നാഷണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് ആ വേർഡ് തന്നെ ഉണ്ട്. അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏരിയയിലോട്ടുള്ള ഗവൺമെന്റിന്റെ സ്പെൻഡിങ്ങിനെയാണ് അൺപ്രൊഡക്റ്റീവ് നാഷണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. അതിൽ മേജർ ആയിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അൺപ്രൊഡക്റ്റീവ് ഡെപ്റ്റ്, ദാറ്റ് മീൻസ് വെൽഫെയർ പ്രോഗ്രാം അല്ലെങ്കിൽ സബ്സിഡൈസിങ്, ഇതുപോലത്തുള്ള കാര്യങ്ങൾ വരുന്നതാണ് ഏത് അൺപ്രൊഡക്റ്റീവ് ഡെപ്റ്റിലെ ഒന്ന്. മറ്റേത് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ പേയ്മെന്റ്സുകളാണ്. ട്രാൻസ്ഫർ പേയ്മെന്റ്സുകളും അതുപോലെ അൺപ്രൊഡക്റ്റീവ് ഡെപ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സാധനമാണ് എന്ത്? ഇൻട്രസ്റ്റ് എമൗണ്ട് ഓൺ ദ അൺപ്രൊഡക്റ്റീവ് നാഷണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ ആൻസർ ആയിട്ട് വരിക രണ്ടാമത്താണ്. അത് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലോട്ട് ആഡ് ചെയ്യില്ല. മൂന്നാമത് അൺഡിസ്പ്യൂട്ടഡ് പ്രോഫിറ്റ്. അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ബിസിനസ് റൺ ചെയ്യുന്നത് വഴി അവർക്ക് ഒരു വർഷം കിട്ടുന്ന ടേൺ ഓവർ ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തുള്ളത് ഹൗസ് ഹോൾഡ് പേയ്മെന്റ് ടു ദ ഫേം ഫോർ പർച്ചേസിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഇതെന്താ? കൺസംഷൻ. ഇത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഇത് പ്രോഫിറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് വരില്ല. അതിൽ വരാത്തത് എന്നാല് ഓപ്ഷൻ 2, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് എമൗണ്ട് ഓൺ ദ അൺപ്രൊഡക്റ്റീവ് നാഷണൽ ഡെപ്റ്റ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ദ GDP ഓഫ് എൻ എക്കോണമി ഈസ് RS100, the autonomous aggregate investment and exposed aggregate savings is RS30. അവിടെ പറയുന്നത് I is equal to S equal to 30 എന്ന്. What would be the aggregate saving in equilibrium in that economy if the aggregate investment remain at 30 and the average propensity to save increase from 30% to 40%? സോ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക. GDP അതാ Y എന്നുള്ളത്, ഔട്ട്പുട്ട് എന്നുള്ളത് 100 ആണെന്ന്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതും എക്സ്പോസ്ഡ് അഗ്രി സേവിങ്ങും, ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ സേവിങ് എന്നുള്ളത് 30. ഇതാണ് ഇനീഷ്യലി കണ്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ആ സമയത്തുള്ള ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്, നമുക്കറിയാം APC എന്താ? ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് പറഞ്ഞാല് സേവിങ് ഡിവൈഡഡ് ബൈ ഇൻകം. ഇൻകത്തിന്റെ എത്ര ഭാഗം സേവിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് APS എന്ന് പറയുന്നത്. സോ അത് 30 ഇനീഷ്യൽ സിറ്റുവേഷനിൽ. പിന്നെ ഇവിടെ ചോദിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് സെയിം എമൗണ്ട് തന്നെ, ഓക്കെ 30 തന്നെയാണ്.
പക്ഷെ ഇവിടെ APS ഇൻക്രീസ് ചെയ്തു 40%. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഗ്രിഗേറ്റ് സേവിങ്സിൽ ഉണ്ടാകുന്ന മാറ്റം അല്ലെ അഗ്രിഗേറ്റ് സേവിങ് എത്രയാണെന്ന്. സോ ഇൻകം തന്നിട്ടുണ്ട് RS 100, അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെന്റ് സേവിങ്സ് ഇനീഷ്യൽ സ്റ്റേജിൽ 30. ഇവിടെ APSൽ ഒരു ചേഞ്ച് വന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചേഞ്ച് ആണ് അഗ്രിഗേറ്റ് സേവിങ്സിൽ വരിക എന്നാണ് ഇത് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഒരു മിനിറ്റ് സമയം തരാം. 37, 39 നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ APSന്റെ ഇക്വേഷൻ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുക. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ 40, പിന്നെ മോർ ദാൻ 30, 30 ആൻഡ് 40. സോ ഈ കണക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സിമ്പിൾ ആയിട്ട് തന്നെ കിട്ടും ഈ ക്വസ്റ്റ്യൻ തന്നെ. പക്ഷേ വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ വരാൻ നമുക്ക് കണക്ക് ചെയ്ത് നോക്കേണ്ടി വരും. സോ അതുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ആൻസർ കിട്ടിയത് ചാറ്റ് ബോക്സിൽ കേട്ടോ. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും അറിയാവുന്ന ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ജസ്റ്റ് ഗസ്സെങ്കിലും നടത്താലോ. എക്സാമിനാകുമ്പോൾ നമ്മളൊന്ന് പഠിച്ചിട്ട് പോവാ. ഇപ്പൊ ആണെങ്കിൽ നിങ്ങൾക്കൊന്ന് ഗസ് ഒക്കെ അടിക്കാം. Anybody get the answer? ഓപ്ഷൻ നോക്കാം. പറയാം. സിനാനെ പറയാം. സിനാൻ വെച്ച മെത്തേഡ് നോക്കുകയാണെങ്കിൽ 40 ആകണം തരേണ്ടത്. പക്ഷെ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. സോ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ ഒരു കയ്യിലുള്ള കേഴ്സർ വെച്ച് ചെയ്യുമ്പോൾ കുറെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചതാണ്. സോ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് GDP അല്ലെങ്കിൽ Y എന്നുള്ളത് 100 ആണെന്നത്. പിന്നെ അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ അഗ്രിഗേറ്റ് സേവിങ്സ് എന്നത് 30 ആണെന്ന് തന്നിട്ടുണ്ട്. അവിടെ പിന്നെ പറഞ്ഞത് APS 30-ൽ നിന്ന് APS 30-ൽ നിന്ന് 40 ആകുമ്പോൾ പിന്നെ വരുന്ന അഗ്രിഗേറ്റ് സേവിങ്സിന് എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇനീഷ്യലി കാണുന്ന സിറ്റുവേഷനിൽ നമുക്ക് APS നമുക്ക് തന്നിട്ടുണ്ട് 0.3 ആണ്. സോ APSന്റെ ഇക്വേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, S/Y ആണെന്നുള്ളത്. 30 ആണ് സേവിങ്സ് ആൻഡ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം 100. സോ 0.3. സോ അത് ശരിയല്ലേ? 0.3 ആണ് കിട്ടിയിട്ടുള്ളത്. സോ അടുത്ത് നമുക്ക് കാണാനുള്ളത് അഗ്രിഗേറ്റ് സേവിങ്സ് പുതുതായിട്ട് APS ചേഞ്ച് ആകുന്നത് മൂലം ഉണ്ടാകുന്ന അഗ്രിഗേറ്റ് സേവിങ്സ് എത്രയാണ്. സോ അതിനുള്ള ഇക്വേഷന് നമുക്ക് ഈ APS ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ എസ് കാണാൻ പറ്റും. എസ് പുതിയ സേവിങ്സ് എന്നുള്ളത് APS ഇൻറ്റു Y. ന്യൂ APS എന്നുള്ളത് നമുക്കറിയാം 0.4 ഇൻറ്റു Y 100. അങ്ങനെ ആവുമ്പോൾ എത്ര ആവും? സിനാൻ പറഞ്ഞ പോലെ 40 ആണ് വരേണ്ടത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. വാട്ട് വുഡ് ബി ദ അഗ്രിഗേറ്റ് സേവിങ്സ്? അഗ്രിഗേറ്റ് സേവിങ് എന്തായിരിക്കും ഇൻ ദാറ്റ് എക്കോണമി ഇഫ് ദ അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെന്റ് റിമെയിൻ 30? ഇൻവെസ്റ്റ്മെന്റ് റിമെയിൻ 30 തന്നെ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സേവിങ്സിന് എന്താ സംഭവിക്കുക? സോ ആ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ എക്കോണമിയുടെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ഇതാ ഇവിടെ നോക്കുക. ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് 30-ഉം എന്നാൽ കിട്ടിയ സേവിങ്സ് 40-ഉം ആണ്. സോ അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റില് എക്കോണമി ഇക്വിലിബ്രിയത്തിലല്ല. ഓക്കെ, സോ ഇക്വിലിബ്രിയത്തിൽ ആവണമെങ്കിൽ എന്ത് അവസ്ഥ വരണം? ആ സേവിങ്സ് കുറയണം. അപ്പൊ സേവിങ്സ് എങ്ങോട്ട് തന്നെ പോകണം? 40-ൽ നിന്ന്
30 തന്നെ പോകണം. ഓക്കെ. സോ ഇങ്ങനെ 40 30 പോകുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു സിനാൻ ചെയ്ത പ്രകാരം 40 കിട്ടേണ്ടത്. പക്ഷെ അവിടെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്, അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെന്റ് റിമെയിൻ 30 എന്നാണ്. അവിടെ ഒരു അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് പറയാൻ കഴിയും ഇൻവെസ്റ്റ്മെന്റും സേവിങ്സും ആയിട്ടുള്ള രണ്ടാമത് കിട്ടിയത് 40 = 40 എന്നാണ്. പക്ഷെ അവിടെ അഗ്രിഗേറ്റ് സേവിങ്സ് = 30 എന്ന് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ സേവിങ്സ് എന്ത് ചെയ്യണം, 30 കുറയണം. സോ അങ്ങനെ സേവിങ്സ് കുറഞ്ഞതിന് ശേഷമുള്ള ഇൻകം ലെവൽ നോക്കുക. ജസ്റ്റ് മിനിറ്റ്. സോ നമുക്ക് കിട്ടേണ്ട ആൻസർ ആയിട്ടുണ്ട്. ഇതുവരെ ചെയ്തതിൽ ആൻസർ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചിലപ്പോൾ ന്യൂ ഇൻകം ലെവലാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? സോ ആ ഒരു കോൺസെപ്റ്റും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് കിട്ടി 40 ശരിക്കും കിട്ടേണ്ടത്. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് 30 തന്നത് കൊണ്ട് സേവിങ്സ് 40 ആകുമ്പോൾ അവിടെ ഒരു ഡിസിക്വിലിബ്രിയം ഉണ്ട്. സോ ആ ഡിസിക്വിലിബ്രിയം ഉണ്ടാവുന്ന ഒരു അവസ്ഥയിൽ ആ എത്രയാണോ സേവിങ്സ് കൂടിയത് അത് ഡിക്രീസ് ചെയ്ത് 30 തന്നെ വരണം. കാരണം അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഫിക്സ്ഡ് ആയിട്ട് 30 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ അപ്പൊ അവിടെ സേവിങ്സ് കുറേ അല്ലാതെ വേറെ നിവർത്തില്ല. സോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പിന്നെ നമുക്ക് ന്യൂ ആയിട്ടുള്ള ഇൻകം ലെവൽ ഒന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി പറഞ്ഞു APS = S/Y ആണ്. അപ്പൊ ഇതിന് Y കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഈ APSന്റെ അവിടെ വെച്ചിട്ട് ഇവിടെയുള്ള എസിനെ താഴോട്ട് കൊണ്ടുപോവുക. സോ APS എത്ര നമുക്ക് കിട്ടിയത്? ഓക്കെ, APS സോറി ഇങ്ങനെയല്ല, APS = S/Y. സോ ഇതിൽ നിന്ന് നമുക്ക് Y കണ്ടെത്തണം. APS × Y = S. സോ Y കിട്ടാൻ Y = S/APS. സോ നിലവിലെ ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ടുള്ള സേവിങ്സ് എത്ര തന്നെയാണ്? 30 / 0.4 പുതിയ APS. സോ അത് എത്ര കിട്ടും? 75. സോ ക്വസ്റ്റ്യനിൽ എത്രയാണ് ഔട്ട്പുട്ടിൽ വന്ന ചേഞ്ച് എന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ 100 നിന്ന് അത് 75 കുറഞ്ഞെന്ന് പറയാം. പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് സേവിങ്സ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ നമുക്ക് കണ്ട ഉടനെ തന്നെ ആൻസർ ചെയ്യാൻ കഴിയുന്നു. കാരണം ഇവിടെ നമുക്കൊരു ക്രൈറ്റീരിയ തന്നിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി പറഞ്ഞു അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പോസ്ഡ് അഗ്രിഗേറ്റ് സേവിങ്സ് = 30 എന്ന്. സോ ഇവിടെ പിന്നെ ചോദിച്ചിട്ടുള്ളത് ന്യൂ അഗ്രിഗേറ്റ് സേവിങ്സ് എത്ര? ഇഫ് ദ എക്കോണമി റിമൈൻസ് ഇൻ അറ്റ് 30. സോ അതിന്റെ അർത്ഥം എന്താ? നമുക്കറിയാം ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് I = S ആണ് എന്ന്. സോ I ഓൾറെഡി 30 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അതും 30 ആയിരിക്കും. സോ ഈസി ആയിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താൻ കഴിയും. ദാറ്റ് മീൻസ് ഇവിടെ APS ഉണ്ടാകുന്ന ചേഞ്ച് എഫക്ട് ചെയ്തിട്ടില്ല എന്നാണ്. ഓക്കെ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? മനസ്സിലായോ? സോ അപ്പൊ ആൻസർ വരിക 30 തന്നെ കേട്ടോ. ആൻസർ വരിക ഓപ്ഷൻ 3 30. ഇത് ഓക്കെ ആണോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം. ഓക്കെ അല്ലേ? ഇതിൽ ശരിക്കും ആ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ ഇക്വിലിബ്രിയം എന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അഗ്രിഗേറ്റ് സേവിംഗ് ഇൻ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ I = S. ഇവിടെ ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് 13 തന്നിട്ടുണ്ട്. അപ്പൊ ഇക്വിലിബ്രിയത്തിൽ ഇൻവെസ്റ്റ്മെന്റ് സേവിങ്സ് എന്തായാലും ഈക്വൽ ആയിരിക്കും. സോ ആൻസർ ഈസിലി 13 എഴുതാം. പക്ഷെ മാത്തമാറ്റിക്കലിലേക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലാണ് ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തന്നിട്ടുള്ളത്. സോ ഇത് ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. GDP of an economy is Rs 100. That is GDP or Y = Rs 100. The aggregate savings, total savings are 30. Autonomous aggregate investment rise from 30 to 45. That means ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് വീണ്ടും ഗവൺമെന്റ് കൂട്ടിയപ്പോ GDP, ദാറ്റ് മീൻസ് ഇൻകത്തിൽ എന്ത് ചേഞ്ച് വന്നു, ന്യൂ ഇക്വിലിബ്രിയം ഇൻകത്തിൽ എന്ത് ചേഞ്ച് വന്നു? ഓക്കെ, ഗവൺമെന്റ് ഓൾറെഡി ഒരു ഗവൺമെന്റ് എക്കോണമിയിൽ ഒരു ടോട്ടൽ ഔട്ട്പുട്ട് ഉണ്ട് 100 എന്നുള്ളത്. ഓക്കെ, ഗവൺമെന്റ് എക്കോണമിയിലെ സേവിങ്സ് എന്നുള്ളത് 30 ആണ്. ഓക്കെ,
സോ എക്കോണമിയുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 30 ആയിരുന്നു. സോ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നതാണ്. ഗവൺമെന്റ് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ആ ഒരു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ചേഞ്ച് ഇൻ ഇൻകത്തെ ചേഞ്ച് ചെയ്തു എന്നാണ് നോക്കുന്നത്. സോ ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഏതാ? ആർക്കെങ്കിലും മനസ്സിലായോ? ഏതൊരു കോൺസെപ്റ്റ്? ഒരു കോൺസെപ്റ്റ് കണ്ട ഈ ക്വസ്റ്റ്യൻ പരിപാടി തീർന്നു. ഈ ഒരു ഇൻകത്തിൽ ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻകത്തിൽ എത്രത്തോളം ചേഞ്ച് വരുത്തി എന്നുള്ളൊരു പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഏതാ? എനിബഡി? ആ ഒരു കോൺസെപ്റ്റിന്റെ ഇക്വേഷൻ അറിഞ്ഞാൽ ജസ്റ്റ് അപ്ലൈ ചെയ്യുക, ആൻസർ കണ്ടെത്തുക, ദാറ്റ്സ് ഇറ്റ്. സോ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഇവിടെ ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ചേഞ്ച് ഇൻ ഇൻകം ടു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? സോ കെ is equal to ചേഞ്ച് ഇൻ ഇൻകം ടു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് 1/1 മൈനസ് എം പി സി അല്ലെങ്കിൽ 1/1 മൈനസ് എം പി എസ് ഈക്വൽ ടു 1/1 മൈനസ് എം പി എസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ. സോ ഇതിൽ എം പി എസ് കാണാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യനിൽ സേവിങ്സും ഇത് ഈ അഗ്രിഗേറ്റ് സേവിങ്സ് മാത്രം തന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എ പി എസ് കാണാം. എ പി എസ് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂവിന് നിങ്ങൾ എം പി എസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ആ എം പി എസ് കൺസിഡർ ചെയ്യുക. പിന്നെ ഇവിടെ ഡെൽറ്റ ഐ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. 30-ൽ നിന്ന് 45, ദാറ്റ് മീൻസ് 15. സോ അപ്പോൾ ഇവിടെ എം പി എസ് കിട്ടി, ഇത് 15 കിട്ടി. പിന്നെ ഈ ചേഞ്ച് മാത്രമേ നിങ്ങൾക്ക് കാണേണ്ടതുള്ളൂ. സോ ഈ 1/1 മൈനസ് 1 എം പി എസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ എന്നുള്ള ഇക്വേഷനിൽ ആദ്യം എ പി എസ് കണ്ടിട്ട് ആ എ പി എസിന്റെ വാല്യൂ ഈക്വൽ ടു എം പി എസ് എന്നിട്ട് എം പി എസ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഡെൽറ്റ വൈ ബൈ 15 എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഡെൽറ്റ വൈനെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് അങ്ങോട്ട് കൊണ്ടുപോയാൽ ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് ടോട്ടൽ ജി ഡി പിന്റെ കൂടെ ആഡ് ചെയ്താൽ എത്രയാണോ ജി ഡി പി എന്നുള്ളത് കിട്ടും. സോ ഒന്ന് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയ ചാറ്റ് ബോക്സിൽ ഇട്ടോ. ആരെങ്കിലും ചെയ്തോ? ഇത് ആരാ കറക്റ്റ് ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കട്ടെ. പെട്ടെന്ന് ചെയ്യണം കേട്ടോ, കാരണം നിങ്ങൾക്കറിയാലോ എക്സാമിനുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണവും അതുപോലെ നിങ്ങൾക്ക് തരുന്ന സമയവും. അപ്പോൾ ആൻസർ അറിയാന്നുള്ളതല്ല, എങ്ങനെ വയ്യ എന്നുള്ളതല്ല, എത്ര പെട്ടെന്ന് ചെയ്യുന്നു അവിടെയാണ് കാര്യം. So anybody get the answer? സോ ഞാൻ പറഞ്ഞുതരാം. ആർക്കെങ്കിലും കിട്ടിയോ? സിനാനെ ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? സിനാൻ, അമൽ, എനിബഡി? യെസ് സിനാൻ, യുവർ കറക്റ്റ് ആൻസർ 150 ആണ്. സോ ഇനി കിട്ടാത്തവർക്ക് അത് എങ്ങനെ വന്നതെന്ന് നോക്കാം. സോ നമുക്ക് തന്നിട്ടുണ്ട് y എന്നുള്ളത് 100 ആണെന്ന്, അഗ്രിഗേറ്റ് സേവിങ്സ് എന്നത് 30 ആണെന്ന്, അഗ്രിഗേറ്റ് അല്ലെങ്കിൽ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ചെയ്തത് 30-ൽ നിന്നും 45-ലോട്ട്. സോ ഇൻകത്തിലുണ്ടായ ചേഞ്ച് എത്രയാണെന്ന് കാണേണ്ടത്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, മൾട്ടിപ്ലയർ ഫോർമുല യൂസ് ചെയ്യുക. കെ ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ 1 അല്ലെങ്കിൽ 1 ബൈ എം പി എസ് അല്ലെങ്കിൽ എം പി 1 മൈനസ് എം പി എസ് ഈക്വൽ ഡെൽറ്റ വൈ ഐ ബൈ. സോ ഇതിൽ നമുക്ക് തന്ന കാര്യങ്ങൾ ആദ്യം നമ്മൾ ഇക്വേഷൻ ആദ്യം ചെയ്താൽ 1 ബൈ എം പി എസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ. സോ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ക്വസ്റ്റ്യനിൽ അഗ്രിഗേറ്റ് സേവിങ്സ് മാത്രം അതിൽ ചേഞ്ച് തരാത്തത് കൊണ്ട് എ പി എസ് കാണാം. എ പി എസ് കാണേണ്ട രീതി ഇതാ, എ പി എസ് കാണാം. എ പി എസ് ഞാൻ ഇവിടെ കാണിച്ചു തരാം.
S/Y. സോ ഇവിടെ സേവിങ്സ് തന്നിട്ടുള്ളത് 30, ഇൻകം ടോട്ടൽ 100. സോ APS വരിക 0.3. ഇതെന്തായിട്ട് കൺസിഡർ ചെയ്യാം? MPS ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് MPS ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് 1/0.3 ഈസ് ഈക്വൽ ടു ഡെൽറ്റ y ബൈ ഈ ചേഞ്ച് എത്ര? 30-ൽ നിന്ന് 45. ദാറ്റ് മീൻസ് 15. ഓക്കെ, ഇനി എന്താ ചെയ്യാ? ഇനി ഈസിയാണ്. ആ y ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഡെൽറ്റ y ആ ചേഞ്ച് ആണല്ലോ നമുക്ക് കാണേണ്ടത്. സോ അത്തരം കേസുകളിൽ ആ ചേഞ്ചിനെ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. 15 ഡിവൈഡഡ് ബൈ എന്നുള്ള ഫോർമുല LHSലോട്ട് പോകുമ്പോൾ 1/03 ഇൻറ്റു 15 ഈക്വൽ ടു ഡെൽറ്റ y. ഇനി 15-ന് മേലെ 10 കൊണ്ട് ഗുണിക്കുക, അപ്പൊ 150. 30-ന് താഴെ 0.3-നെ 10 കൊണ്ട് ഗുണിക്കുക, അപ്പൊ അത് 3. സോ ദ ആൻസർ ഈസ് 50. ഈ 50 ആണ് ഇൻക്രീസ് ഉണ്ടായത്. സോ ആ 50 പ്ലസ് ആ ഇനീഷ്യൽ ആയിട്ടുള്ള 100 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ എത്ര? 150. ഓക്കെ, ഇങ്ങനെ കാണുന്നു ഡെൽറ്റ y. സോ 100, 150. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? മൂന്നും മനസ്സിലായില്ല? സോ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഇവിടെ നിങ്ങൾ ആകെ അറിയേണ്ട കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ ഈ ഒരു ചേഞ്ച് വന്നല്ലോ, ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ടു ചേഞ്ച് ഇൻ ഇൻകം. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായാൽ, മൾട്ടിപ്ലയർ ആണെന്നുള്ളൊരു കോൺസെപ്റ്റ് ഐഡിയ കിട്ടിയാൽ, പിന്നെ ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞാൽ ഇതൊരു കോൺസ്റ്റന്റ് സേവിങ് റേറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം നമുക്ക് ഇതിൽ ഈ സേവിങ്സിൽ ഉണ്ടായ ചേഞ്ച് ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെന്റിൽ എത്രത്തോളം ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. സോ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് എന്ത് കിട്ടും? MPI എന്നുള്ളൊരു കോൺസെപ്റ്റ് കിട്ടും. പക്ഷേ നമുക്ക് വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ അഗ്രിഗേറ്റ് സേവിങ്സ്, ടോട്ടൽ സേവിങ്സ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഓക്കെ, ഈ 30-ൽ നിന്ന് 35 എന്നുള്ള സേവിങ് ആയി എന്ന് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഈ APS-ഉം MPS-ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? APS എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻകത്തിന്റെ എത്ര ആണ് നമ്മൾ സേവിങ് ആയിട്ട് എടുത്തിട്ടുള്ളത്. 100-ന്റെ 80 സേവിങ് എടുത്തിട്ടുണ്ട്, അങ്ങനെ പറയാം. MPS പറഞ്ഞാല് ഇൻകം ഒരു ചേഞ്ച് വന്നപ്പോൾ അതിന്റെ ചേഞ്ചിനനുസരിച്ച് എത്രത്തോളം ചേഞ്ച് സേവിങ്സിൽ വന്നു എന്നുള്ള കോൺസെപ്റ്റ് ആണ് MPS-ൽ പറയുന്നത്. സോ പക്ഷെ ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ കേസിൽ നമുക്കറിയാം 30-ൽ നിന്ന് 45 ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് അഗ്രിഗേറ്റ് സേവിങ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോങ് റണ്ണിലാവുമ്പോൾ ഈ MPC ഈക്വൽ ടു APC, അതുപോലെ MPS ഈക്വൽ ടു APS എന്നുള്ളൊരു കോൺസെപ്റ്റ് കൂടെ ആവുമെന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഇവിടെ അഗ്രിഗേറ്റ് സേവിങ്സ് 30 crore തന്നപ്പോൾ നമ്മൾ APS ഉള്ളത് MPS ആയിട്ട് കൺസിഡർ ചെയ്തത്. ഓക്കെ, ഇവിടെ ഇതിന് പകരം നമുക്ക് തരികയാണ് 30-ൽ നിന്ന് 35 ആയി എന്നുള്ളൊരു കോൺസെപ്റ്റ് തരികയാണെന്ന് വിചാരിക്കുക. ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാൻ കഴിയും? MPS കാണാൻ കഴിയും. ഓക്കെ, അമൽ മനസ്സിലായോ? അമൽ മനസ്സിലായോടാ? ഓക്കെ ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് വുഡ് ബി ദ LM curve ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻകം പ്ലെയിൻ ഇഫ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് എക്സോജീനിയസ്ലി ഡിറ്റർമിൻഡ് ബൈ സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് ആണ് ആ എക്കോണമിയിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും LM കർവിന്റെ സ്ലോപ്പ്? LM കർവിന്റെ ഒരു കർവിന്റെ രീതി എന്തായിരിക്കും? വാട്ട് ബി ദ LM കർവ് ഇൻ ദി ഇൻട്രസ്റ്റ് റേറ്റ് ഇൻകം പ്ലെയിൻ ഇഫ് ദ റേറ്റ് ഓഫ് എക്സോജീനിയസ്ലി ഡിറ്റർമിൻഡ് സെൻട്രൽ ബാങ്ക്. സോ ഓപ്ഷൻ പോസിറ്റീവ്ലി സ്ലോപ്ഡ്, സെക്കൻഡ് നെഗറ്റീവ്ലി സ്ലോപ്ഡ്, 3 ഹൊറിസോണ്ടൽ ആൻഡ് 4th വെർട്ടിക്കൽ. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗവൺമെന്റ് കൺസിഡർ ചെയ്യും, ഗവൺമെന്റ് തീരുമാനിക്കാന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ LM കർവ് അതേപോലെ IS കർവ് എന്നുള്ളത് ഇൻട്രസ്റ്റ് ഇൻകം റിലേഷൻ കാണിക്കുന്നതാണ്. ഓക്കെ, സോ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിൽ
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് മാറ്റം വരുന്നത് കാണിക്കുന്നതാണ് LM കർവ് അല്ലെങ്കിൽ IS കർവ് എന്ന് പറയുന്നത്. ഇവിടെ ഗവൺമെന്റിന്റെ ഇഷ്ടം പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻ ഒരിക്കലും അവർ കൺസിഡർ ചെയ്യില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻകത്തിന്റെ ഫംഗ്ഷൻ ആയിട്ടാവില്ല കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അമ്മലെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. LM കർവിന്റെ സ്ലോപ്പ് എന്താ? LM കർവിന്റെ അവസ്ഥ IS കർവ് നെഗറ്റീവ്ലി സ്ലോപ്പ്ഡ്, LM കർവ് പോസിറ്റീവ്ലി സ്ലോപ്പ്ഡ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് നോർമൽ കേസിലാണ്. അവിടെ തന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബേസ് ചെയ്തിട്ടാണല്ലോ LM-ഉം IS-ഉം ഷിഫ്റ്റ് ഒക്കെ വരുന്നത്, കർവിന്റെ ഡിറ്റർമിൻ ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താ? എക്സോജിനിയസ്ലി ഡിറ്റർമിൻഡ് ബൈ സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് ഇങ്ങനെ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഗവൺമെന്റ് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻകവുമായിട്ട് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഒന്ന് ആൻസർ ചെയ്ത് നോക്കെ. ഇൻകത്തിൽ എന്ത് ചേഞ്ച് വന്നാലും ഇൻട്രസ്റ്റ് റേറ്റിനെ എഫക്ട് ചെയ്യൂല. സോ അങ്ങനത്തെ ഒരു കേസിൽ LM കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും എന്നാണ് നോക്കുന്നത്. എനിബഡി? ഇങ്ങനത്തെ ഒരു എക്സോജിനിയസ്ലി ഡിറ്റർമിൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഹൊറിസോണ്ടൽ ആയിട്ടോ വെർട്ടിക്കൽ ആയിട്ടോ വരച്ചു നോക്കുക. ഒരിക്കലും ഒറിജിനൽ ഷേപ്പ് ആയിരിക്കില്ല എന്നുള്ളത് ഷുവറാണ്. ഓക്കെ, പിന്നെ LM കർവ് ഒരിക്കലും നെഗറ്റീവ്ലി ആയിരിക്കില്ല എന്നുള്ളതും ഷുവറാണ്. സോ ഒറിസോണ്ടലും വെർട്ടിക്കലും വരച്ചു നോക്കുക. എന്നിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഗവൺമെന്റ് ആണ് ഫിക്സ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്, രണ്ട് കോൺസെപ്റ്റ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻകം. ഇൻട്രസ്റ്റ് റേറ്റ് ഗവൺമെന്റ് ഫിക്സ് ചെയ്യാന്നുണ്ടെങ്കിൽ മറ്റേ ഇൻകത്തിന്, മറ്റൊരു ഫാക്ടറിന് അവിടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല. ആ രീതിയിൽ ഒരു ഏതാണ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണ് വെർട്ടിക്കൽ ആയിട്ടുള്ളതാണ് വരിക എന്നൊന്ന് നോക്കൂ. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അതിൽ മാറ്റം വരൂല. ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും ഫിക്സ് ആയിട്ടായിരിക്കും. അതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചാൽ ശരിക്കും കിട്ടും. എനിബഡി? ആൻസർ കിട്ടിയോ? യെസ്, അമൽ ഇപ്പൊ പറഞ്ഞത് ശരിയായി. ഓക്കെ ഓക്കെ. സോ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കേസ് എഴുതുക. LM കർവ്, Y റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ ഇവിടെ ഗവൺമെന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എക്സോജിനിയസ്ലി ഡിറ്റർമിൻ ചെയ്യാണ്. അതിന്റെ അർത്ഥം എന്താ? ഫിക്സ്ഡ് ആയിട്ട് വെക്കുകയാണ്. പക്ഷെ ഇവിടെ അത് നടക്കും. ഇവിടെ ഇപ്പൊ ഗവൺമെന്റ് ഇൻകം ലെവലാണ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഇൻകം ലെവൽ ഫിക്സ് ചെയ്ത് വെക്കുമ്പോൾ പ്രശ്നം എന്താ? നമുക്കറിയാം, ഇനീഷ്യൽ ആയിട്ടുള്ള കേസിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇത്ര ആകുമ്പോൾ ഇൻകം ഇത്ര, ഇൻട്രസ്റ്റ് റേറ്റ് ഇത്ര ആകുമ്പോൾ ഇൻകം ഇത്ര, അതിനനുസരിച്ച് ചേഞ്ചസ് വരുന്നുണ്ട് പോസിറ്റീവ്ലി. ഓക്കെ, പക്ഷെ ഇവിടുത്തെ ഒരു കേസ് നോക്കുക. ഇത് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നോക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് ഇത്രയാണ്, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു, ഇൻകത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും കുറഞ്ഞു, ഇൻകത്തിൽ മാറ്റമില്ല. ഇൻട്രസ്റ്റ് റേറ്റ് കൂടി, മാറ്റമില്ല. സോ ഇവിടെ ഇൻകം ആണ് ഫിക്സ്ഡ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ പറഞ്ഞ ഹൊറിസോണ്ടൽ കേസ് എടുത്തു നോക്കാം. LM കർവ് ഹൊറിസോണ്ടൽ ആണ്. ഓക്കെ, സോ ഇവിടെ ഗവൺമെന്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഈ ഒരു ലെവലിലായിട്ട് ഡിറ്റർമിൻ ചെയ്തു. ഓക്കെ, സോ ഇവിടെ ഇപ്പോ ഇൻകം ഇത്ര ആണ്, ഇൻട്രസ്റ്റ് റേറ്റ് എത്ര? ഈ ഒരു എമൗണ്ട് തന്നെയാണ്. ഇനിയിപ്പോ ഇൻകം ഇത്രയായിട്ട് കൂടി, ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റിൽ എങ്ങനെയാണ്? ഈ ഒരു പോയിന്റിലാണ്. സോ ഗവൺമെന്റ് ഇങ്ങനെ എക്സോജിനിയസ്ലി ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ LM കർവ് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇൻകത്തിന് അവിടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് LM കർവിന്റെ ഷേപ്പ് വെൻ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഫിക്സ്ഡ് ബൈ എക്സോജിനിയസ്ലി ബൈ ദ സെൻട്രൽ ബാങ്ക്. ഓക്കെ, ഇത് ഓക്കെ ആണോ? ഇനി മറ്റു കാര്യങ്ങളൊക്കെ ഈ LM കർവും മുണ്ടൽ ഫ്ലെമിംഗ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് ആണ്. അതൊക്കെ ഈ ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അമലിന് ഇപ്പോൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ബാക്കിയുള്ളവർക്കും ഓക്കെ അല്ലേ? നിങ്ങൾ ISLM അത് മുണ്ടൽ ഫ്ലെമിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഏതെല്ലാം രീതിയിലാണ് ക്വസ്റ്റ്യൻ, നമ്മൾക്ക് ആ പഠിച്ച രൂപത്തിലേ ആയിരിക്കില്ല. കാരണം എന്താ വെച്ചാൽ കുറെ ചിന്തിച്ചിട്ട് പല രീതിയിലും ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. സോ I hope that clear the fourth question. Then we are going to the fifth question. What would be the slope of the labor supply curve if there is a ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ? ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ
ടൈപ്പ് ചെയ്തുള്ള എററാണ്. വാട്ട് വിൽ ബി ദ സ്ലോപ്പ് ഓഫ് ദ ലേബർ സപ്ലൈ കർവ്? ഓക്കെ, എക്കോണമിയിൽ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കുന്ന സമയത്ത് സ്ലോപ്പ് ഓഫ് ദ ലേബർ സപ്ലൈ കർവിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതിൽ ഈ ക്വസ്റ്റ്യനിൽ ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് വന്നാണ്, പറഞ്ഞുതരാം. ഇവിടെ ലേബർ സപ്ലൈ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഹൊറിസോണ്ടൽ ആക്സിസിൽ, അതുപോലെ തന്നെ വൈ ആക്സിസിൽ, വെർട്ടിക്കൽ ആക്സിസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് വേജ് റേറ്റ്. അതാണ് പറയേണ്ടത്. ഒരു എക്കോണമിയിൽ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കുന്ന സമയത്ത് ലേബർ സപ്ലൈ കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് നേരത്തെ എൽ എം കർവിന്റെ കോൺസെപ്റ്റ് പറഞ്ഞ പോലെ ഒന്ന് ചിന്തിച്ചു നോക്കുക എങ്ങനെയാണ് വരിക എന്നുള്ളത്. സോ ആൻസർ കിട്ടിയോ? എക്കോണമിയിൽ ഓൾറെഡി ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്, ദാറ്റ് മീൻസ് നിലവിലുള്ള വേജ് റേറ്റിൽ ജോലി ചെയ്യാൻ ആൾക്കാർ തയ്യാറാണ്, പക്ഷെ അവർക്ക് ജോലി കിട്ടുന്നില്ല. കാരണം കൂടുതൽ ലേബർ സപ്ലൈ അവിടെ ഉണ്ട്. കൂടുതൽ ലേബർ സപ്ലൈ ഉണ്ടാവാനുള്ള സിറ്റുവേഷൻ നമുക്കറിയാം. അതിനെയാണ് കൂടുതൽ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് കാര്യത്തിൽ ഒരു എക്കോണമിക് ഡിപ്രഷനും കാര്യം പറയുമ്പോൾ ലേബർ സപ്ലൈയും കാര്യങ്ങളും കൂടുതലായിരിക്കും. എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ പോവാന്നുള്ള ഒരു രീതിയിലായിരിക്കും. വേജ് റേറ്റ് എന്തായാലും എങ്ങനെ ആയാലും ആൾക്കാർ എന്ത് ചെയ്യും, വേജ് റേറ്റ് ഇപ്പൊ ഫിക്സ്ഡ് ആണ് അങ്ങനത്തെ ഒരു അവസ്ഥ എന്നുണ്ടെങ്കിലും ഏതൊരു അവസ്ഥയിൽ അവരെന്ത് ചെയ്യും, ജോലി ചെയ്യാൻ എങ്ങനെയെങ്കിലും പോവാന്നുള്ള ഒരു വില്ലിങ്ങിനുള്ള ഒരു മൈൻഡ് ആയിരിക്കും. സോ എന്തായിരിക്കും ലേബർ സപ്ലൈ കർവിന്റെ ഷേപ്പ് എന്നുള്ളത്? എനിബഡി? ഒരു കാര്യം അറിയാം നമുക്ക്, ലേബർ സപ്ലൈ കർവ് ഒരിക്കലും എങ്ങനെ ആവില്ല, നെഗറ്റീവ്ലി സ്ലോപ്പ്ഡ് ആവില്ല. അപ്പൊ അത് ഒഴിവാക്കുക. പിന്നെ പോസിറ്റീവ്ലി സ്ലോപ്പ്ഡ്, നമ്മൾ പറഞ്ഞ ഒരു നോർമൽ കണ്ടീഷനിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടീഷനാണ്. സോ പോസിറ്റീവ്ലി സ്ലോപ്പ്ഡ് ആവുള്ളൂ ഇവിടെ. പിന്നെ ഇവിടെ നോക്കാനുള്ളത് ഹൊറിസോണ്ടൽ ഒരു വെർട്ടിക്കൽ. അപ്പൊ ഇങ്ങനെ ഒരു സംശയം വരാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഇപ്പൊ വെർട്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെർട്ടിക്കൽ ആയിട്ടൊന്ന് വരച്ചു നോക്കുക. ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താ, ലേബർ സപ്ലൈയിൽ എന്ത് മാറ്റം വരുന്നുണ്ടെന്ന്. എക്കോണമിയിൽ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ആകുമ്പോൾ സിറ്റുവേഷൻ എന്താ, ലേബർ സപ്ലൈ ഒരിക്കലും ഫിക്സ്ഡ് ആവില്ല. ലേബർ സപ്ലൈ ഫിക്സ്ഡ് ആവില്ല എപ്പോഴാ, ഗവൺമെന്റ് അത് ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ എക്കോണമിയിൽ മറ്റു കണ്ടീഷനൊക്കെ വരുമ്പോഴാണ് ലേബർ സപ്ലൈ ഫിക്സ്ഡ് ആവുക. ഈ ഒരു സിറ്റുവേഷനിൽ നോക്കുക, ഹൊറിസോണ്ടൽ ആവുകയാണെന്നുണ്ടെങ്കിൽ വേജ് റേറ്റ് ഇത്ര, അപ്പോഴും ലേബർ സപ്ലൈ ഫിക്സ്ഡ്. വേജ് റേറ്റ് ഇത്ര, ലേബർ സപ്ലൈ അപ്ലൈയും ഫിക്സ്ഡ്, ലേബർ സപ്ലൈ ഫിക്സ്ഡ്, ലേബർ സപ്ലൈ ഫിക്സ്ഡ്. സോ ഈ വെർട്ടിക്കൽ കേസ് എടുത്ത് നോക്കുക, വേജ് റേറ്റ് എക്കോണമിയിൽ ഒരു ഫിക്സ്ഡ് ലെവലായിട്ടല്ല. കാരണം ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ വരുന്ന സമയത്ത് വേജ് റേറ്റ് ഒക്കെ മിനിമം ആയിട്ടായിരിക്കും. എന്നാലും ആൾക്കാർ എന്ത് ചെയ്യും, ഈ ഒരു ലെവലില് ലേബർ സപ്ലൈ ഉണ്ടാവും. ഈ ഒരു ലെവലിൽ ലേബർ സപ്ലൈ ആൾക്കാർ ഈ ഒരു വേജ് റേറ്റ് ആണെങ്കിൽ കുറഞ്ഞാൽ അവരെന്ത് ചെയ്യും, ജോലി ചെയ്യാൻ തയ്യാറായിരിക്കും. ലാർജ് സപ്ലൈ ഓഫ് ലേബർ അവിടെ ഉണ്ടാവും. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു കേസിൽ ഇതിൽ ഓപ്ഷൻ വരുന്നത് ഹൊറിസോണ്ടൽ ആണ്. ഓക്കെ, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് നമുക്കറിയാം, കുറെ പേര് ജോലി ചെയ്യാൻ തയ്യാറായിരിക്കും, പക്ഷെ അവർക്ക് ജോലി കിട്ടൂല. ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഗ്രേറ്റ് ഡിപ്രഷന്റെ കേസൊക്കെ പറയാം. എക്കോണമിയിലുള്ള പ്രിവീലിയം വേജ് റേറ്റിൽ കുറെ പേര് ജോലി ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ അവർക്കൊന്നും ജോലി കിട്ടും. ലാർജ് എമൗണ്ട് ഓഫ് പീപ്പിൾ ആർ അൺഎംപ്ലോയിഡ് ദെയർ. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് വേജ് റേറ്റ് ഫിക്സ്ഡും ലേബർ സപ്ലൈ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ ഡിമാൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിമാൻഡ് സൈഡും വളരെ കുറവായിരിക്കും. കാരണം ഫേംസ് ആൾക്കാരെ ഹയർ ചെയ്യുന്നതും കുറവായിരിക്കും. കാരണം പ്രൊഡക്ഷൻ ഓൾറെഡി കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഫേം കൂടുതൽ ഹയർ ചെയ്യൂല. അങ്ങനത്തെ ഒരു കേസ് ഇൻവോൾവ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും, ലേബർ സപ്ലൈ കൂടുതലായിരിക്കും. സിമ്പിൾ ആയിട്ട് ഒരു ഗ്രേറ്റ് ഡിപ്രഷന്റെ കേസ് ഒന്ന് ആലോചിച്ചാൽ മതി. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, വാട്ട് വുഡ് ഹാപ്പൻ ടു ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ന്യൂ ഇക്വിലിബ്രിയം ഇഫ് ദ മണി സപ്ലൈ റൈസ് ഇൻ മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ അണ്ടർ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് അബ്സല്യൂട്ട്ലി ഫ്രീ ക്യാപിറ്റൽ മൊബിലിറ്റി ഇഫ് ദി ഇന്റർനാഷണൽ ഇൻട്രസ്റ്റ് റേറ്റ് റിമെയിൻ ദ സെയിം? സോ ഇവിടെ ചോദിക്കുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഇഫ് ദ മണി സപ്ലൈ റൈസ്, മണി സപ്ലൈ കൂടുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് എന്താണ് സംഭവിക്കുക ഇൻ മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ? സോ
അണ്ടർ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലെ മണി സപ്ലൈ കൂടുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് എന്താണ് സംഭവിക്കുക? പിന്നെ ഇന്റർനാഷണൽ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് റിമെയിൻ സെയിം. സോ ഇതൊന്ന് ആൻസർ ചെയ്ത് നോക്കൂ. സോ ഇത് കുറച്ച് ഗ്രാഫിക്കലായിട്ട് വരുന്ന സംഭവമാണ്. സോ ഫസ്റ്റ് ഞാനൊന്ന് തിയററ്റിക്കൽ അപ്രോച്ചിൽ പറഞ്ഞുതരാം. ഒരു എക്കോണമിയിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുകയാണ്, റേറ്റ് ഓഫ് മണി സപ്ലൈ കൂടുകയാണ്. മണി സപ്ലൈ കൂടുമ്പോൾ ആദ്യം ഗ്രാഫ് ഒന്ന് വരച്ചുതരാം. ശരിക്കും ശ്രദ്ധിക്കട്ടോ, കുറെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. LM കർവ്, IS കർവ്, BP ഷെഡ്യൂൾ. സോ മണി സപ്ലൈ റൈസ് ചെയ്യാണ്. മണി സപ്ലൈ റൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? LM കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ ഇവിടെ പുതിയൊരു പോയിന്റ് ഉണ്ടാക്കി. ആ പോയിന്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. സോ നമുക്കറിയാം ഇവിടെ ഈ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം തന്നെ എന്താ, ഗവൺമെന്റ് ഇന്റർവെന്റിലൊക്കെ മാർക്കറ്റ് ഫോഴ്സസ് ചെയ്തോളൂ. സോ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു നിൽക്കുന്ന സന്ദർഭമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ ഇൻഫ്ലോ കുറയും. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ആകുന്ന സിറ്റുവേഷൻ എന്താ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കറൻസി, ഇന്ത്യൻ കറൻസിയുടെ ഡിമാൻഡ് കുറയും, ഫോറിൻ കറൻസിന്റെ ഡിമാൻഡ് കൂടും. ആൾക്കാർക്ക് ഇന്ത്യൻ കറൻസി വേണ്ട. കാരണം എന്താ, ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ അവരെങ്ങോട്ട് പോകും? അമേരിക്കയിലോട്ട് പോകും. ഇന്ത്യൻ കറൻസി കൺവേർട്ട് ചെയ്യും ഏതിലോട്ട്? അമേരിക്കൻ കറൻസിയിലോട്ട്. സോ ഡിമാൻഡ് ഫോർ ഇന്ത്യൻ കറൻസി കുറയും. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കറിയാം ഡിപ്രീസിയേഷൻ ആണ് സംഭവിക്കാറുള്ളത്. ഓക്കെ, ഡിപ്രീസിയേഷൻ സംഭവിച്ചു, ഇന്ത്യൻ കറൻസി ഡിപ്രീസിയേഷൻ സംഭവിച്ചു. സോ ഇങ്ങനെ ഡിപ്രീസിയേഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇന്റർവെൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? എക്കോണമിയിൽ നിലവിലുള്ളതും കൂടി ആയ ഇന്ത്യൻ കറൻസി വാങ്ങും. എന്ത് കൊടുത്തിട്ട്? ഫോറിൻ കറൻസി ആയിട്ട് ഡോളർ കൊടുത്തിട്ട്. അപ്പൊ മണി സപ്ലൈ കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റിന്റെ കേസ്. സോ പക്ഷെ ഇവിടെ പറഞ്ഞു ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ ആണ്, മാർക്കറ്റ് ഫോഴ്സസ് തീരുമാനിക്കും എങ്ങനെ ഇത് സ്റ്റെബിലൈസ് ചെയ്യണമെന്നുള്ളത്. സോ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ നമ്മളെ ക്യാപിറ്റൽ ഇൻഫ്ലോ കുറയും. ദാറ്റ് മീൻസ് ആളുകൾ അമേരിക്കയിലോട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ കൂടി. ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ഉണ്ടാകുമ്പോൾ ഡിപ്രീസിയേഷൻ വന്നു. ഡിപ്രീസിയേഷന്റെ സിറ്റുവേഷൻ നമുക്കറിയാം, എക്സ്പോർട്ട് കൂടും, ഇമ്പോർട്ട് കുറയും. അത് നമുക്കറിയാം. എക്സ്പോർട്ട് കൂടാന്ന് പറഞ്ഞാൽ ഏത് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും? IS കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ കണ്ടോളൂ, IS കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ. സോ അപ്പോ ഇവിടെ ശരിക്കും നോക്കൂ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഇൻട്രസ്റ്റ് റേറ്റിന്. ഇൻട്രസ്റ്റ് റേറ്റ് റിമൈൻ കോൺസ്റ്റന്റ്. ഓക്കെ, ഒന്നുകൂടെ പറയാം, മണി സപ്ലൈ ഇൻക്രീസ് ചെയ്തു. ഇത് ഒരു കർവ് നിങ്ങൾക്ക് മനസ്സിലായി ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് മനസ്സിലാക്കാനുള്ള ട്രിക്സ് ഞാൻ പറഞ്ഞു തരുന്നത് ഈ ഗ്രാഫ് ഒന്നും വരക്കാതെ തന്നെ. സോ ആദ്യം നിങ്ങൾ ഗ്രാഫ് അടിച്ചൊന്ന് ഫെമിലറൈസ് ചെയ്യാം. മണി സപ്ലൈ ഇൻക്രീസ് ചെയ്തു, LM കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞത് കൊണ്ട് തന്നെ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ഉണ്ടായി. ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ഉള്ളത് കൊണ്ട് ഡിപ്രീസിയേഷൻ സംഭവിച്ചു. ഡിപ്രീസിയേഷൻ സംഭവിച്ച് ഇത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആയതുകൊണ്ട് എക്സ്പോർട്ട് കൂടി. എക്സ്പോർട്ട് കൂടുക മീൻസ് IS കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അഗെയിൻ ഇറ്റ് കെയിം ടു ദ പ്രീവിയസ് പോയിന്റ്. സോ ഇൻട്രസ്റ്റ് റേറ്റ് റിമൈൻ സെയിം. ഇൻട്രസ്റ്റ് റേറ്റ് കോൺസ്റ്റന്റ് ആയി. ഇത് ഓക്കെ ആണോ? ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ചോദിക്കണം, കാരണം ഇനി ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാനുണ്ട്. ഇത് ഓക്കെ അല്ലേ? ഈ മുണ്ടൽ ഫ്ലെമിംഗ് അതുപോലെ ISLM എന്നൊക്കെ ആയിട്ട് അത്യാവശ്യം ക്വസ്റ്റ്യൻസുകൾ കാണുന്ന ഇതിൽ, പിന്നെ GDP റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ചാറ്റ് ബോക്സിൽ പറയുന്നത് ഓക്കെ ആണോ അല്ലേ എന്ന്. ഏതെങ്കിലും ഭാഗം മനസ്സിലാവാത്തുണ്ടോ?
ഇവിടെ നോക്കേണ്ടത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. മണി സപ്ലൈ കൂടുമ്പോൾ LM കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, മണി സപ്ലൈ കുറയുമ്പോൾ LM കർവ് ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആകുമ്പോൾ എന്ത് ചെയ്യും? എക്സ്പോർട്ടും ഇമ്പോർട്ടും അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ അപ്രീസിയേഷൻ കൺസിഡർ ചെയ്യും. ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. ദാറ്റ്സ് ഇറ്റ് ദ ഡിഫറൻസ്. സോ ഇത് ഓക്കെ അല്ലേ? ആരെങ്കിലും ഒരാൾ പറയൂ. അമൽ, സിനാൻ, ആരേലും? ഫാത്തിമ ഓക്കെ ആണോ? ആ ഓക്കെ. ചാറ്റ് ബോക്സ് കാണുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, സോറി. സോ അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കെയ്നീഷ്യൻ തിയറിയുമായി ബന്ധപ്പെട്ടാണ്. ഈ ഒരു 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് കറക്റ്റ് ഓർഡർ ആയിട്ടൊന്ന് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് തന്നെ ലെവൽ ഓഫ് അഗ്രിഗേറ്റ് ഇൻകം റൈസ് ഇൻ ദ കെയ്നീഷ്യൻ വേൾഡ്. രണ്ടാമത് അഗ്രിഗേറ്റ് സേവിംഗ് ആസ് എ ഫംഗ്ഷൻ ഓഫ് GDP റൈസസ്. തേർഡ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ റൈസസ്. ഡി ദാറ്റ് മീൻസ് ഫോർത്ത് വൺ ദ ഫിസിക്കൽ ഡെഫിസിറ്റ് റൈസസ് ഗിവൺ റവന്യൂ റിസീപ്റ്റ്സ്. ഇത് ഒരു സിറ്റുവേഷൻ എങ്ങനെയാ വെച്ചാൽ ഒരു ഡിപ്രഷൻ സ്റ്റേജ് ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഡിപ്രഷൻ സ്റ്റേജിൽ ഒരു എക്കോണമി എങ്ങനെ ഗവൺമെന്റ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. സോ ആൻസർ ചെയ്യാം. ഇതിൽ ഓപ്ഷൻ നോക്കി നിങ്ങൾ കാണാം സി 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 സി. സോ ദാറ്റ് മീൻസ് ഫസ്റ്റ് എന്തായാലും സി എ വരുള്ളൂ. ഓക്കെ, ഇത് ഫസ്റ്റ് വരും, പിന്നെ ഡിയും ബിയും ആണ്. അപ്പൊ നിങ്ങൾ എ നോക്കേണ്ട ആവശ്യമില്ല, പിന്നെ ഡിയും ബിയും നോക്കുക. ഡിയും ബിയിലും ഏതാണ് രണ്ടാമത് വരാനുള്ള സാധ്യത. ഓക്കെ, സോ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. സമയം വളരെ കുറവാണ്, സോ ഞാൻ തന്നെ ഒന്ന് പറഞ്ഞുതരാം. സോ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ റൈസസ്. ഓക്കെ, ഗവൺമെന്റ് എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരികയാണ്. സോ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ ഗവൺമെന്റ് റവന്യൂ എടുക്കും, അല്ലെങ്കിൽ ഗവൺമെന്റ് ബോറോ ചെയ്യും. ബോറോ ചെയ്യുമ്പോൾ ഗവൺമെന്റ് ഡെഫിസിറ്റ് കൂട്ടാണ്. സോ ദാറ്റ് മീൻസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ റൈസ് മീൻസ് ഗവൺമെന്റ് ഡെഫിസിറ്റ് കൂടി. സോ CD. ഓക്കെ, ഗവൺമെന്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റിന്റെ ഡെഫിസിറ്റ് കൂടി. സോ പിന്നെ അടുത്തത് പറയാനുള്ളത് അഗ്രിഗേറ്റ് സേവിങ് ആസ് എ ഫംഗ്ഷൻ ഓഫ് GDP റൈസ്. ഓക്കെ, ഇങ്ങനെ ഗവൺമെന്റ് ഒരു എക്സ്പെൻഡിച്ചർ കൊണ്ടുവരുമ്പോൾ ആൾക്കാരുടെ കയ്യിൽ എന്ത് ചെയ്യും? ഇൻകം കൂടും. സോ ഇതിൽ ഓപ്ഷൻ CDAB. ഓക്കെ 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 ഓക്കെ. സോ ഗവൺമെന്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നതിന്റെ വഴി ഗവൺമെന്റ് കൊണ്ടുവന്ന അവിടെ ബോറോയിങ് വഴിയാണ് ഗവൺമെന്റിന്റെ ഡെഫിസിറ്റ് കൂടി. സോ എക്സ്പെൻഡിച്ചർ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? മൾട്ടിപ്ലയർ എഫക്റ്റിൽ ഇൻകം ഇൻക്രീസ് ചെയ്യും. സോ ഇങ്ങനെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ആളുകൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, കൺസംഷൻ നടത്താം, ഒന്നെങ്കിൽ സേവിങ്സ് നടത്താം. അഗ്രിഗേറ്റ് സേവിങ് ഇൻക്രീസസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് GDP റൈസസ്. സോ ഇതിൽ ഓപ്ഷൻ വരുന്നത് 2 ആണ്. GDP റൈസസ് ആൻഡ് ഇൻകം റൈസസ്. ഓൾറെഡി ലെവൽ ഓഫ് അഗ്രിഗേറ്റ് ഇൻകം റൈസ് എന്ന് പറഞ്ഞു, അതിന്റെ ഭാഗമായിട്ട് എന്തും കൂടി റൈസ് ചെയ്യും? സേവിങ്സും കൂടി റൈസ് ചെയ്യും. സോ അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ വരില്ല, ഓപ്ഷൻ 2. സോ അടുത്തത് കൺസിഡർ ആൻ എക്കണോമി വിത്ത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി. പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി ആകുമ്പോൾ നമുക്കറിയാം BP കർവിന്റെ ഷേപ്പർ ഉണ്ട്, ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ആയിരിക്കും. ഫിക്സ്ഡ് പ്രൈസ് ലെവലാണ്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്, ദാറ്റ് മീൻസ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. വാട്ട് വിൽ ബി ദ എഫക്ട് ഓഫ് റൈസ് ഇൻ ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റ്? സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന രൂപം പറഞ്ഞുതരാം. ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ നമുക്കറിയാം ഇന്ത്യയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവും അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലും. സോ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ഉണ്ടാവും. ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ഉണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്തിന് കാരണമാവും? ഇന്ത്യൻ കറൻസി ഡിപ്രീസിയേറ്റ് ചെയ്യാൻ കാരണമാകും. ഇങ്ങനെ ഇന്ത്യൻ കറൻസി ഡിപ്രീസിയേറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ? എക്സ്പോർട്ട് കൂടും, ഇമ്പോർട്ട് കുറയും. ഓക്കെ, ഫിക്സ്ഡ് പ്രൈസ് ലെവൽ ആണ്, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ആണ്. വാട്ട് വിൽ ബി ദ എഫക്ട് റൈസ് ഇൻ ഫോറിൻ ഇൻട്രസ്റ്റ് റൈസ് ഇൻ ഔട്ട്പുട്ട്? സോ ഔട്ട്പുട്ടിൽ എന്ത് മാറ്റം? നേരത്തെ ചോദിച്ചത് ഇൻട്രസ്റ്റ് റേറ്റിൽ എന്താ മാറ്റം എന്നാണ്. സോ നമുക്കൊന്ന് ISL കർവ് ഒന്ന് വരച്ചു നോക്കാം, മുണ്ടൽ ഫ്ലെമിംഗ് കർവ് ഒന്ന് വരച്ചു നോക്കാം. സോ ഒരു കേസിൽ
ഇൻട്രസ്റ്റ് റേറ്റ് ഫോറിനിൽ കൂടി, അത് നമുക്ക് ഒരിക്കലും ഗ്രാഫിൽ കാണിക്കാൻ കഴിയും. ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ഉണ്ടായി, ഡിപ്രീസിയേഷൻ ഉണ്ടായി. സോ എക്സ്ചേഞ്ച് എക്സ്പോർട്ട് കൂടി, ഇമ്പോർട്ട് കുറയും. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എക്സ്പോർട്ട് കൂടി, ഇമ്പോർട്ട് കുറഞ്ഞു. ഞാൻ പറഞ്ഞു എക്സ്പോർട്ട് കൂടുമ്പോൾ ഏത് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും? IS കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ് നോക്കുക. ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ്, ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി, ഇൻകം ഇതിൽ നിന്ന് ഇങ്ങോട്ട് പോയി. സോ ഇൻകത്തിനപ്പം എന്താ സംഭവിച്ചത്? ഇൻകം അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ ഔട്ട്പുട്ടിന് എന്ത് സംഭവിച്ചു? ഔട്ട്പുട്ട് റൈസ്. ഓക്കെ, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തു. അമേരിക്കയിൽ ഇൻട്രസ്റ്റ് കൂടിയപ്പോ ആളുകൾ മൊത്തം അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ഉണ്ടായി. അപ്പോൾ അവർക്ക് ഇന്ത്യൻ കറൻസി അവർക്ക് ആർക്കും വേണ്ട. ഇന്ത്യൻ കറൻസിന് ഡിമാൻഡ് കുറഞ്ഞു. അതുകൊണ്ട് ഇന്ത്യൻ കറൻസി ഡിപ്രീസിയേഷൻ സംഭവിച്ചു. സോ ഡിപ്രീസിയേഷൻ സംഭവിക്കും. ഇതൊരു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആയതുകൊണ്ട് എക്സ്പോർട്ട് കൂടി, ഇമ്പോർട്ട് കുറഞ്ഞു. എക്സ്പോർട്ട് കൂടിയപ്പോൾ IS കർവ് ചെയ്തു, ഇൻട്രസ്റ്റ് റേറ്റ് കൂടി, ഇൻകം കൂടി, ഔട്ട്പുട്ട് കൂടി. സോ 8th ക്വസ്റ്റ്യൻ വരില് റൈസ് ഇൻ ഔട്ട്പുട്ട്. ഓക്കെ, റൈസ് ഇൻ ഔട്ട്പുട്ട്. സോ ഐ ഹോപ്പ് ദാറ്റ് ക്ലിയർ. പിന്നെ 9th ഉള്ളത് കൺസംഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. C is equal to 100 plus 0.8y. Investment is equal to 50. Which of the following level of output, the level of unplanned inventories would be negative? ഈ ഇൻവെന്ററി നെഗറ്റീവ്, ഇൻവെന്ററിന്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻവെന്ററി തന്നെ എന്താ, നമ്മൾ സപ്ലൈ പ്രൊഡക്ഷൻ നടത്തിയിട്ട് വിൽക്കപ്പെടാതെ ഒരു കമ്പനിയുടെ കാരേജിൽ അല്ലെങ്കിൽ വെയർഹൗസിൽ കെട്ടിക്കിടക്കുന്ന ഗുഡ്സിന് അല്ലെങ്കിൽ സ്റ്റോക്കിനെയാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഇൻവെന്ററി ഉണ്ടാവില്ല. പിന്നെ ശരിക്കും ശ്രദ്ധിക്കുക, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ അഗ്രിഗേറ്റ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് ഇൻവെന്ററികൾ ഉണ്ടാവുക. കാരണം എങ്ങനെയാന്ന് വെച്ചാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുതലാണ്, അഗ്രിഗേറ്റ് സപ്ലൈ കുറവാണ്. പ്രൊഡക്ഷൻ നടത്തിയ സപ്ലൈ 100 യൂണിറ്റും എന്നാൽ ജനങ്ങൾക്ക് വേണ്ടിയിരുന്ന എമൗണ്ട് ഓഫ് ഗുഡ്സ് എന്നുള്ളത് 150 ആണെങ്കിൽ അവിടെ നെഗറ്റീവ് ഇൻവെന്ററി ആണ് ഉണ്ടാവുക. ഓക്കെ, കാരണം സപ്ലൈ കുറവും അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുതലാണ് ഈ ഒരു സിറ്റുവേഷനിൽ. സോ സെയിം കേസ് ഇനി അഗ്രിഗേറ്റ് ഡിമാൻഡ് ലെസ് ദാൻ അഗ്രിഗേറ്റ് സപ്ലൈ എടുത്ത് നോക്കുക. ഈ ഒരു കേസിൽ ഉണ്ടാവുക പോസിറ്റീവ് അൺപ്ലാൻഡ് ഇൻവെന്ററി. കാരണം എന്താ, അവർ വിചാരിച്ച അത്ര പോലും വിൽക്കപ്പെടാതെ എക്കോണമിയിൽ അല്ലെങ്കിൽ കമ്പനിയിൽ കെട്ടിക്കിടന്നു. സോ പോസിറ്റീവ് സർപ്ലസ്, സർപ്ലസ് അവിടെ കൂടി, പക്ഷെ ഒരു പോസിറ്റീവ് ആണ് സർപ്ലസ്, പക്ഷെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല. സോ ഇവിടുത്തെ കേസ് കൺസിഡർ ചെയ്യുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഗ്രേറ്റർ അഗ്രിഗേറ്റ് സപ്ലൈ എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ഇതിന് ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ. സോ അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം, അഗ്രിഗേറ്റ് സപ്ലൈ ഈക്വൽ ടു Y, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു C plus I. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം Y കണ്ടെത്തുക. ഏതാണ് ഔട്ട്പുട്ട്, ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്തെന്ന് കണ്ടെത്തുക. സോ ഈ ഒരു ഇക്വിലിബ്രിയം ഇക്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൈന്റെ എമൗണ്ട് കിട്ടും. ഈ വൈന് കിട്ടിയ എമൗണ്ട് എത്ര നോക്കുക. അതിന്റെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ കഴിയും? അത് നെഗറ്റീവ്ലി അൺപ്ലാൻഡ് ഇൻവെന്ററി ആണെന്ന് പറയാൻ കഴിയും. സോ ഒന്ന് ചെയ്ത് നോക്കുക. സമയക്കുറവ് മൂലം ഞാൻ തന്നെ ഒന്ന് പറഞ്ഞുതരാം. സോ C is equal to 100 plus 0.8y and I is equal to 50. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ സപ്ലൈ ആണെങ്കിൽ നെഗറ്റീവ് ഈക്വൽ ടു, ഇത് ഓൾറെഡി പറഞ്ഞു. ഇനി അഗ്രിഗേറ്റ് സേവിങ്സ് ഈക്വൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ചെയ്യാണ്. Y is equal to C plus I. സോ Y is equal to 150. എങ്ങനെ കിട്ടി? 100 പ്ലസ് ഈ 50 കൂടി 150 പ്ലസ് 0.8y. പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ വൈനെ ഉണ്ടല്ലോ ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. Y മൈനസ് 0.8y is equal to 150. സോ ഇത് രണ്ടിലും Y കോമൺ ആണ്. സോ 1 മൈനസ് 0.8 is equal to 150. 1 മൈനസ് 0.8 എന്ന് പറയുമ്പോൾ 0.2 is equal to 150. So Y is equal to 150 divided by 0.2
അതിന് നമുക്ക് 10 കൊണ്ട് മേലെ താഴെ 1500 ഡിവൈഡഡ് ബൈ 2. സോ സീക്വൽ ടു എത്ര? 1500 ഡിവൈഡഡ് ബൈ 2 നമുക്ക് എത്ര കിട്ടും? 750 കിട്ടും. ഓക്കെ, ഇതാണ് ഇക്വിലിബ്രിയം സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞു അഗ്രിഗേറ്റ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ അഗ്രിഗേറ്റ് സപ്ലൈ സിറ്റുവേഷൻ ആണ് എന്ത്? നെഗറ്റീവ് ഇൻവെന്ററി, അൺപ്ലാൻഡ് ഇൻവെന്ററി എന്നായി. ഇവിടെ Y എന്നുള്ളതാണ് എന്ത്? നമുക്കറിയാം സപ്ലൈ എന്നുള്ളത്. സോ 750 ഡിമാൻഡ്. 750 ഗ്രേറ്റർ ദാൻ Y ആകണം. ഇതെനിക്ക് ഇങ്ങനെ എഴുതി കൂടെ? Y ലെസ് ദാൻ 750. ഞാനതൊന്ന് തിരിച്ചിട്ട് എന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ഈ കണക്ക് വരിക. സോ അപ്പോ 750 താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഓപ്ഷൻ 4 740. ഓക്കെ, ഓപ്ഷൻ 4 740 ആണ് ആൻസർ വരിക. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ദ ഫോളോയിങ് ഡാറ്റ ഓഫ് ആൻ എക്കോണമി ഗിവൺ. കൺസംഷൻ തന്നിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്, മാർജിനൽ ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. സോ ഈ 4 കാര്യം കൺസിഡർ ചെയ്തിട്ട് IS കർവിന്റെ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യും? കുറെ ഇക്വേഷൻസ് കാണുമ്പോൾ നിങ്ങൾ വണ്ടർ അടിക്കണ്ട, ഇത് വളരെ സിമ്പിൾ ആണ് ചെയ്യാൻ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം IS കർവിന്റെ ഇക്വേഷൻ എന്ന് ചോദിച്ചിട്ടുള്ളത്, IS കർവ് എക്കോണമി എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലാവുക? ഒന്നെങ്കിൽ I ഈക്വൽ ടു S, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് സേവിങ്സ് ഈക്വൽ ടു അഗ്രിഗേറ്റ് ഡിമാൻഡ്. സോ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ അഗ്രിഗേറ്റ് സേവിങ്സ് ഈക്വൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നുള്ള കൺസിഡറേഷൻ ആണ് ഇവിടെ എടുക്കുന്നത്. Y നമുക്കറിയാം എന്താ? സപ്ലൈ എന്ന് ഈക്വൽ ടു Y ആണ്. ഡിമാൻഡ് ഇത് മൊത്തം ആഡ് ചെയ്യാം. സോ സോ ഇവിടെ നോക്കുക, I ഈക്വൽ ടു S അല്ലെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു AS Y. സോ ആദ്യം ഞാൻ എന്ത് ചെയ്യും? C എഴുതും. നിങ്ങൾ പെട്ടെന്ന് ചെയ്തു നോക്കുക. 0.8. ഇവിടെ T ഇല്ലേ? T ആ T ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ 1 മൈനസ് T എന്ന് പറയുമ്പോൾ എത്ര? 1 മൈനസ് 0.25. അപ്പോ ഇത് 0.75 കിട്ടും. ഇപ്പൊ നമുക്ക് C മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള 900 മൈനസ് 15I പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ 800. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 300 പ്ലസ് 0.6 കിട്ടിയത് എങ്ങനെയാ വെച്ചാൽ 0.8 ഇൻറ്റു 0.75. സോ 0.6 കിട്ടി. പിന്നെ 900 മൈനസ് 55, പിന്നെ അതേപോലെ എഴുതും. പിന്നെ ഈ 300ഉം, ഓക്കെ, 300ഉം 900 1200, അതിലേക്ക് 800ഉം കൂട്ടി എത്ര ആയി? അത് 2000 ആയി. പ്ലസ് 6.75 മൈനസ് 15 ആയി. സോ ഇനി നേരത്തെ കണ്ട അതുപോലെ തന്നെ Y ഇവിടെയുണ്ട്, Y ഇവിടെയുണ്ട്. സോ ഈ Y നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ ഇവിടെ ബാക്കി എന്താ? Y മൈനസ് 0.6Y ഈക്വൽ ടു 2000 മൈനസ് 50I എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതിലും Y കോമൺ, ഇവിടെയും Y കോമൺ. സോ Y നെ പുറത്തെടുത്തു. 1 മൈനസ് 0.6 എന്ന് എഴുതിയാൽ 0.4 എന്നുള്ളൂ. Y ഇൻറ്റു 0.4 ഈക്വൽ ടു 2000 മൈനസ് 15I. സോ ഇനി എന്ത് ചെയ്യാം? ഈ Y ആണ് നമുക്ക് കാണേണ്ടത്. സോ ഈ 0.4നെ അങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പോ 2000 ഡിവൈഡഡ് ബൈ 0.4 മൈനസ് 15I ഡിവൈഡഡ് ബൈ 0.4. അത് ചെയ്യുമ്പോൾ ഈ 2000 4. സോ നമുക്ക് 5000 മൈനസ് 125I. അതാണ് ആൻസർ കിട്ടുക. സോ ഇതിൽ ഓപ്ഷൻ വരിക ഓപ്ഷൻ 2. ഓക്കെ, ഓപ്ഷൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഓടിച്ചു വിടുന്നത്. സോ ജസ്റ്റ് ആ Y ഈക്വൽ ടു C പ്ലസ് I പ്ലസ് G ആ ഇക്വേഷൻ കാണുക. പിന്നെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ടത് ആ മാർജിൻ ടാക്സ് റേറ്റിനുള്ള T എവിടെ കൊടുക്കുക? ഫസ്റ്റത്തെ കൺസംഷൻ ഇക്വേഷനിലും കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? Y ഈക്വൽ ടു എന്ന രൂപത്തിൽ ഇക്വേറ്റ് ചെയ്യുക. Y പൊതുവായിട്ട് ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് Y ഒരൊറ്റ സൈഡിൽ വെച്ചിട്ട് അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ നമുക്ക് 5000 മൈനസ് 125I എന്നുള്ള ഓപ്ഷൻ 2 ആൻസർ കിട്ടും. ഓക്കെ, സോ ഇതാണ് 10ാമത്. ഈ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അണ്ടർ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി എ കൺട്രി കനോട്ട് പെർസ്യൂ എ ഇൻഡിപെൻഡന്റ് മോണിറ്ററി പോളിസി. സോ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞൊരു ഒരു ട്രിക്ക് ഉണ്ടായിരുന്നു. ഇത് മുണ്ടൽ ഫ്ലമിങ്ങിന്റെ മായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ ആ ഗ്രാഫ് കുറെ വരച്ച് നോക്കി സമയം കളയേണ്ടി വരും. ഒരു എക്സാമിന് നമുക്കത് പോസിബിൾ അല്ല. സോ ഞാൻ നിങ്ങൾക്ക് ഒരു കോഡ് പറഞ്ഞു തന്നീന്, അത് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു കോഡ് പറഞ്ഞു തന്നാൽ ബാക്കിയുള്ളത് കിട്ടുന്നുള്ളത്. സോ നോക്കുക, ഫെലിക്സ് എന്നുള്ള ഒരു മോനുണ്ട്. ഫെലിക്സ് മോൻ പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഇത് ഒന്നാമത്തെ കോഡ്. സോ രണ്ടാമത്തെ കോഡ് ഞാൻ പറഞ്ഞുതരാം. വൈഫൈ എന്ന് പറയാം, 5P. ഇതിന്റെ അർത്ഥം ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തില് മോണിറ്ററി പോളിസി പെർഫെക്റ്റ് ആണ്. സോ പിന്നെ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തില് ഫിസിക്കൽ പോളിസി പെർഫെക്റ്റ് ആണ്. സോ ഇവിടെ നോക്കുക, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ മോണിറ്ററി പോളിസി പെർഫെക്റ്റ് ആണ്. ദാറ്റ് മീൻ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് സിസ്റ്റത്തിൽ ഫിസിക്കൽ പോളിസി പെർഫെക്റ്റ് അല്ല. ഇതിന് നേരെ നെഗറ്റീവ് എടുക്കാം. സോ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഫിസിക്കൽ പോളിസി നോട്ട് എഫക്റ്റീവ്. സോ ആൻസർ എ കറക്റ്റ് ആണ്. പിന്നെ സി എന്നുള്ളത് അണ്ടർ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഫിസിക്കൽ പോളിസി എഫക്റ്റീവ് ആണ്. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഫിസിക്കൽ എക്സ്പാൻഷൻ ഈസ് എക്സ്ട്രീംലി എഫക്റ്റീവ്. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഫിസിക്കൽ പോളിസി എക്സ്ട്രീംലി എഫക്റ്റീവ്, അതും ശരിയാണ്. ഓക്കെ, സോ ഇവിടെ എ ഉണ്ടല്ലോ, അണ്ടർ ഫിക്സ്ഡ് എക്സ്ചേഞ്ച്. സോ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ കൺട്രി കനോട്ട് പെർസ്യൂ മോണിറ്ററി പോളിസി. ഫിക്സ്ഡില് ഫിസിക്കലേ പോവുള്ളൂ, പക്ഷെ ഇവിടെ ഫിക്സ്ഡില് മോണിറ്ററി പോവൂല. സോ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഫിക്സ്ഡില് ഫിസിക്കൽ പോളിസി പോവുള്ളൂ. സോ അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫിക്സ്ഡില് എന്ത് പോകൂല, മോണിറ്ററി പോകൂല. അതൊന്ന് മോണിറ്ററിന്റെ ടേമിൽ പറഞ്ഞു തന്നുള്ളൂ. സോ എയും ശരിയാണ്, ബിയും ശരിയാണ്, സിയും ശരിയാണ്. ഇനി ഡി നോക്കുക, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ മോണിറ്ററി പോളിസി പെർഫെക്റ്റ് ആണ്. സോ ഡിയും ശരിയാണ്. ശരിക്കും നോക്കുകയാണെങ്കിൽ നാല് ഓപ്ഷൻ ശരിയാണ്. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം 3 ഓപ്ഷൻ ഉള്ളു. സോ അതുകൊണ്ട് 2 ആണ് ആൻസർ ആയിട്ട് വരിക. സോ ഇത് ഞാൻ ഒരു ഈസി മെത്തേഡിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്താൽ മതി. ഫെലിക്സ് മോൻ പെർഫെക്റ്റ്, ദാറ്റ് മീൻസ് ഫ്ലെക്സിബിളില് മോണിറ്ററി പോളിസി പെർഫെക്റ്റ്. അപ്പോൾ ഫ്ലെക്സിബിളില് ഫിസിക്കൽ പോളിസി ഇംപെർഫെക്റ്റ് ആയിരിക്കും. അതുപോലെ ഫിക്സ്ഡില് ഫിസിക്കൽ പോളിസി പെർഫെക്റ്റ് ആണെങ്കിൽ ഫിക്സ്ഡില് മോണിറ്ററി പോളിസി ഇംപെർഫെക്റ്റ് ആയിരിക്കും. ഇത് രണ്ടും മനസ്സിലാക്കിയാൽ ബാക്കിയുള്ള കോൺസെപ്റ്റ് കൂടെ നിങ്ങൾക്ക് ഈസിലി മനസ്സിലാക്കാം. സോ ഇതൊന്ന് ഗ്രാഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ സമയം എടുക്കും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ ഗ്രാഫിക്കലി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഗ്രാഫിക്കലി ശരിക്കും ശ്രദ്ധിക്കട്ടോ. സോ ഫസ്റ്റ് ഫിക്സ്ഡ് ആദ്യം നമ്മൾ ഒരു ഇനീഷ്യൽ കർവും പോയിന്റും കാര്യങ്ങളൊക്കെ വരക്കാം. സോ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ കൺട്രി കനോട്ട് പെർസ്യൂ ഇൻഡിപെൻഡന്റ് മോണിറ്ററി പോളിസി. സോ മോണിറ്ററി പോളിസി യൂസ് ചെയ്യാണെന്ന് വിചാരിക്കുക. മോണിറ്ററി പോളിസി പറഞ്ഞാൽ എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി യൂസ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യും, എൽ കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ ഈ ഒരു പോയിന്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാക്കും. സോ ഇൻട്രസ്റ്റ് റേറ്റ് നേരത്തിനാട്ടി കുറയാണ് ചെയ്തിട്ടുള്ളത്. സോ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ, ഡിപ്രീസിയേഷൻ. ഓക്കെ, ഫിക്സ്ഡ് ആയതുകൊണ്ട് ഗവൺമെന്റ് ഡിപ്രീസിയേഷൻ ആകുമ്പോൾ എക്കോണമിയിൽ നിലവിലുള്ളതും കൂടി ആയിട്ടുള്ള ഇന്ത്യൻ കറൻസി എന്ത് ചെയ്യും, വാങ്ങും, ഫോറിൻ കറൻസി വിറ്റിട്ട്. സോ മണി സപ്ലൈ കുറക്കും. സോ മണി സപ്ലൈ കുറക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ഇങ്ങോട്ട് വന്ന എൽ കർവ് അങ്ങോട്ട് തന്നെ പോകും. സോ ഇൻട്രസ്റ്റ് റേറ്റും സെയിം, ഇൻകം ലെവലും സെയിം. സോ അതാണ് പറഞ്ഞത്, ഫിക്സ്ഡില് ഈ മോണിറ്ററി പോളിസി എഫക്റ്റീവ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് ശരിയാണെന്ന് പറയാം. ഓക്കെ, സോ അടുത്തത് ഫ്ലെക്സിബിളില് ഫിസിക്കൽ പോളിസി എഫക്റ്റീവ് അല്ല എന്നാണ് പറയുന്നത്. ഫിസിക്കൽ പോളിസി ഫ്ലെക്സിബിളിൽ എഫക്റ്റീവ് അല്ല. സോ ഗ്രാഫൊക്കെ സെയിം ആണ്. നമുക്ക് ആ ഒരു
ഡിപ്രീസിയേഷൻ ശേഷമുള്ളത് പറഞ്ഞത് മാറ്റുള്ളൂ. സോ ഫ്ലെക്സിബിൾ എന്ത് എഫക്റ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഫിസിക്കൽ പോളിസി. നമുക്കറിയാം, ഞാനൊരു എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസി കൊണ്ടുവരികയാണ്. ഏത് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും? IS കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ എന്താ ഉണ്ടായി? ഈ നിലവിലെ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ പുതിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് വന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കൂടി, ക്യാപിറ്റൽ ഇൻഫ്ലോ ഉണ്ടായി, അപ്രീസിയേഷൻ ഉള്ളപ്പോൾ ഗവൺമെന്റ് എക്കോണമിയിൽ ഡിമാൻഡ് ഫോർ ഇന്ത്യൻ കറൻസി കൂടുതലാണ്. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഇന്ത്യൻ കറൻസി വിറ്റിട്ട് ഫോറിൻ കറൻസി വാങ്ങും. അപ്പൊ എക്കോണമിയിലോട്ട് ഇന്ത്യൻ കറൻസി കൂടുതൽ എത്തും. ദാറ്റ് മീൻസ് ഇന്ത്യൻ കറൻസി കൂടുമ്പോൾ മണി സപ്ലൈ കൂടും. അപ്പൊ നോക്കുക, മണി സപ്ലൈ കൂടുമ്പോൾ ഏത് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം? LM കർവ്. ഓക്കെ, LM കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത് നോക്കുക. LM കർവ് ഷിഫ്റ്റ് ചെയ്തതോടുകൂടി പുതിയ ഒരു പോയിന്റ് വന്ന് അവിടെ LM കർവ് ഗ്രാഫ് വരച്ചു കൊടുത്ത് ചെറിയൊരു തെറ്റ് വന്നു. ഒന്നുകൂടെ നോക്കുക. ഫിസിക്കൽ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത് റൈറ്റിലോട്ട് ഷിഫ്റ്റ് IS കർവ്, അപ്രീസിയേഷൻ വന്നതിന് ഗവൺമെന്റ് ഫിക്സ്ഡ് ആയതുകൊണ്ട് ഇടപെട്ടു. അപ്പോ മണി സപ്ലൈ കൂട്ടി, ഇത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടി, പിന്നെ മണി സപ്ലൈ അപ്രീസിയേഷൻ വന്നു. അത് സോൾവ് ചെയ്യാൻ ഗവൺമെന്റ് എന്ത് ചെയ്യും? മണി സപ്ലൈ കൂട്ടി. സോ LM കർവ് ഷിഫ്റ്റ് ചെയ്തു. ഇത് ശരിക്കും സ്ട്രൈറ്റ് ആയിട്ട് വരണം. സോ ഇവിടുത്തെ ഒരു അവസ്ഥ നോക്കുക. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഗവൺമെന്റിന്റെ ഫിസിക്കൽ പോളിസി യൂസ് ചെയ്യുന്നതിൽ ഒരു അപാകത സംഭവിച്ചിട്ടുണ്ട്. സോ ബി വരൂലല്ലേ? ഓക്കെ 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 ഓക്കെ. ഇവിടെ ഇൻകം കൂടിയിട്ടുണ്ട്, എന്നാൽ ഇൻട്രസ്റ്റ് റേറ്റ് സെയിം ലെവലിൽ തന്നെയാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ബി വരില്ല. കാരണം ഇവിടെ പറയുന്നുണ്ട് ഫ്ലെക്സിബിൾ ആണല്ലേ? സോറി. ഫ്ലെക്സിബിൾ ഫിസിക്കൽ പോളിസി. സോ ഫ്ലെക്സിബിളിന്റെ കേസ് എടുത്ത് നോക്കുക. എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസി, ഇൻട്രസ്റ്റ് റേറ്റ് കൂടി, ഫ്ലെക്സിബിളും ഫിക്സും അങ്ങോട്ട് മാറിയാൽ നമ്മളെ ആൻസർ മൊത്തത്തിൽ തെറ്റും. സോ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി, ക്യാപിറ്റൽ ഇൻഫ്ലോ ഉണ്ടായി, അപ്രീസിയേഷൻ ആണെങ്കിൽ ഇമ്പോർട്ട് കൂടുതലും എക്സ്പോർട്ട് കുറയും. ഇമ്പോർട്ട് കൂടുതൽ എക്സ്പോർട്ട് കുറയാന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത IS കർവ് ഇങ്ങോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യും. സോ സീറോ എഫക്റ്റ്, ബാക്ക് ടു നോർമൽ. സോ രണ്ടാമത്തെ കേസും പോസിബിൾ അല്ല. ആ പറഞ്ഞ ശരിയാണ്. ഫ്ലെക്സിബിളില് നോട്ട് വർക്ക് ദ ഫിസിക്കൽ പോളിസി. ഇനി 3 ഫിക്സ്ഡിൽ എടുത്തു നോക്കാം. ഫിക്സ്ഡില് എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസി എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് വന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കൂടി, അപ്രീസിയേഷൻ വന്നു, മണി സപ്ലൈ കൂടിയപ്പോൾ ഏത് കർവ് ഷിഫ്റ്റ് ചെയ്തു? LM കർവ് ഷിഫ്റ്റ് ചെയ്തു. സോ ഇൻട്രസ്റ്റ് റേറ്റ് റിമെയിൻസ് സെയിം ആൻഡ് ദ ഇൻകം ഇൻക്രീസ്ഡ്. സോ ഹൈലി എഫക്റ്റീവ്. ശരി. സോ ഇപ്പൊ നമുക്ക് കിട്ടി എയും ബിയും സിയും ഉണ്ടെന്ന്. സോ എയും ബിയും സിയും ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ എയും സിയും ഇത് മതി. പിന്നെ ഡിയും കൂടി ഉണ്ട്. അപ്പൊ ഡി നോക്കുക. മുണ്ടൽ ഫ്ലെമിങ് ശരിക്കും മനസ്സിലാക്കണം. ആ ഫ്ലെക്സിബിളും ഫിക്സഡും തെറ്റിയ പരിപാടി കലാസ് കഴിഞ്ഞു. ഇനി ഡി നോക്കുക. ഫ്ലെക്സിബിളില് മോണിറ്ററി പോളിസി കൺട്രി ക്യാൻ പെർസ്യൂ. സോ ഫ്ലെക്സിബിൾ മോണിറ്ററി പോളിസിയാണ്. മണി സപ്ലൈ കൂടി, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ, ഡിപ്രീസിയേഷൻ. ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് കൂടുതലായിരിക്കും, ഇമ്പോർട്ട് കുറവായിരിക്കും. സോ IS കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്, സോ മറ്റേതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് സെയിം, ഇൻകം കൂടി. സോ ദാറ്റ് ഈസ് പോസിബിൾ. സോ ഇങ്ങനെയാണ് ഇത് ശരിക്കും വരിക. പക്ഷെ ഞാൻ പറഞ്ഞു എളുപ്പത്തിന് ഫെലിക്സ് മോൻ പെർഫെക്റ്റ് 55T ഇതൊന്ന് പഠിച്ചേക്ക്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ.
സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, അറേഞ്ച് ദ ഫോളോയിങ് ക്രോണോളജിക്കൽ ഓർഡർ. ഫസ്റ്റ് നടന്നത് ഏതാ എന്നുള്ള ബേസ് ഇതിലെ 12ന്റെ ആൻസർ ഒന്ന് നോക്കുക. 12ന്റെ ആൻസർ ഓപ്ഷൻ 3 ആണ് വരിക. സോ ഇതിന്റെ ഇയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 29 to 39 ആണ് ഗ്രേറ്റ് ഡിപ്രഷന്. സെക്കൻഡ് വേൾഡ് വാർ 39 to 45. WTO 1995. സെക്കൻഡ് ഓയിൽ പ്രൈസ് ഷോക്ക് 1979. പിന്നെ ഗോൾഡൻ ഏജ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് പോസ്റ്റ് വേൾഡ് വാറിന്റെ സമയമാണ്. പോസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്താണ് ഗോൾഡൻ ഏജ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. സോ ഇതിൽ ഏറ്റവും ഓൾഡ് ആയിട്ടുള്ളത് ഗ്രേറ്റ് ഡിപ്രഷൻ. സോ എ അടുത്ത ഇതിൽ നോക്കിയാൽ സി ആണ് വരുന്നത്. സെക്കൻഡ് വേൾഡ് വാർ സി. പിന്നെ തേർഡ് അത് വരുന്ന നോക്കുക, ഗോൾഡൻ ഏജ് ഓഫ് ക്യാപിറ്റലിസം. ഗോൾഡൻ ഏജ് ഓഫ് ക്യാപിറ്റലിസം ബി. പിന്നെ വരുന്നത് സെക്കൻഡ് ഇന്റർനാഷണൽ ഓയിൽ പ്രൈസ് ഷോക്ക്. പിന്നെ വരുന്നത് ഇ ആണ്. പിന്നെ ലാസ്റ്റ് WTO. സോ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 3 ആണ്. 12. സോ അടുത്തത് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. വെൻ ദ എക്കോണമി ഈസ് ഇൻ ലിക്വിഡിറ്റി ട്രാപ്പ് ദ LM കർവ് ഈസ് വെർട്ടിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ് വെൻ ദ എക്കോണമി ഈസ് ഇൻ ലിക്വിഡിറ്റി ട്രാപ്പ്. വെൻ ദ എക്കോണമി സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞാൽ എക്കോണമി ലിക്വിഡിറ്റി ട്രാപ്പിലാകുമ്പോൾ LM കർവ് വെർട്ടിക്കൽ ആണെന്നാണ്. സെക്കൻഡ് എന്നിട്ട് മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ് വെൻ ദ എക്കോണമി ഈസ് ഇൻ ലിക്വിഡിറ്റി ട്രാപ്പ്. സോ ഇതിൽ ആൻസർ വരിക നമുക്കറിയാം, മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ് ആണ്. അപ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പ് ആകുമ്പോൾ അത് കെയ്ൻസ് ഓൾറെഡി തെളിയിച്ചതാണ്. പിന്നെ ഇതാണ് നോക്കണം, ലിക്വിഡിറ്റി ട്രാപ്പ് ആകുമ്പോൾ LM കർവ് വെർട്ടിക്കൽ ആണോ. നമ്മൾ കെയ്ൻസിന്റെ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിയിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോകണം, ഇതെന്താ ഹൊറിസോണ്ടൽ അല്ല. ആ ഒരു സെയിം കോൺസെപ്റ്റ് മനസ്സിലാക്കി. കെയ്ൻസിന്റെ റേഞ്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് LM കർവ് ഇങ്ങനെയാണ്, LM കർവിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. സോ LM കർവ് എന്താണ്, ഹൊറിസോണ്ടൽ ആണ്. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് വെർട്ടിക്കൽ ആണെന്നാണ്. അപ്പൊ ഇത് തെറ്റാണ്. പിന്നെ മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ് ആൻഡ് എക്കോണമീസ് ഇൻ ലിക്വിഡിറ്റി ട്രാപ്പ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓൾറെഡി ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ആയിട്ടുള്ളതാണ്. ഇനി എന്തൊക്കെ ചേഞ്ച് സ്പെക്കുലേഷനിലോ അല്ലെങ്കിൽ ഇൻകത്തിൽ വന്നാലും ആ ഇൻട്രസ്റ്റ് റേറ്റ് സെയിം ആണ്. സോ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനോ കുറക്കാനോ മോണിറ്ററി പോളിസി കൊണ്ട് കഴിയൂല. സോ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റും സ്റ്റേറ്റ്മെന്റ് 2 ശരിയുമാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ്. സോ ആൻസർ ഈസ് 4 ആണ് വരും. പിന്നെ 14 നോക്കുക, കൺസിഡർ എക്കോണമി വിത്ത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി. കണ്ട ഇതൊക്കെ മുണ്ടൽ ഫ്ലമിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആ. ഫിക്സ്ഡ് പ്രൈസ് ലെവൽ, ഓക്കെ, ഫിക്സ്ഡ് പ്രൈസ് ലെവൽ, ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്. വാട്ട് വിൽ ബി ദ എഫക്ട് ഓഫ് റൈസ് ഇൻ ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റ് ടു ദ ഔട്ട്പുട്ട്. സോ ഇവിടെ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണെന്ന് മനസ്സിലാക്കി. ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി, ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ ദാറ്റ് മീൻസ് ഇന്ത്യൻ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെന്നാണ്. സോ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ആണെങ്കിൽ ഡിപ്രീസിയേഷൻ. ഇനി നിങ്ങൾ നോക്കണം ഏത് എക്സ്ചേഞ്ച് റേറ്റ് ആണ്, ഫിക്സ്ഡ് ആണ്. സോ ഗവൺമെന്റ് ഇന്റർവെൻ ചെയ്തിട്ടുള്ള എമൗണ്ടും കൂടി എക്കോണമിയിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കും. സോ മണി സപ്ലൈ കുറഞ്ഞു. അപ്പൊ എന്താ ചെയ്യുക, ഗ്രാഫ് വരയ്ക്കുക. LM കർവ് ബാക്ക്വേർഡ് ഷിഫ്റ്റ് ചെയ്തു. സോ ഇൻട്രസ്റ്റ് റേറ്റ് നിലവിലുള്ളതിനെക്കാട്ടിയും കൂടി. അപ്പൊ ആൻസർ വരിക ആൻസർ 1. 14 ഓപ്ഷൻ വരല്. സോ ഔട്ട്പുട്ട്, ഇത് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലല്ലോ ചോദിച്ചത്, ഔട്ട്പുട്ട് അല്ല ചോദിച്ചത്. സോ ഔട്ട്പുട്ട് എന്താ സംഭവിച്ചു നോക്കുക, ഇനീഷ്യലി കണ്ട് ഇതേന് ഔട്ട്പുട്ട് ഇങ്ങോട്ട് ഇൻക്രീസ്. ഇൻട്രസ്റ്റ് റേറ്റ് ചോദിക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടി. പക്ഷെ ഇവിടെ ഔട്ട്പുട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ഔട്ട്പുട്ടിന് എന്ത് സംഭവിച്ചു. സോ ഔട്ട്പുട്ട് ഡിക്ലൈൻ ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. ഒന്നും കൂടെ വരച്ച് കാണിച്ചു തരാം. ഇൻട്രസ്റ്റ് റേറ്റ് ഫോറിനിൽ കൂടി, ഇന്ത്യത്ത് കുറഞ്ഞു. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ, ഡിപ്രീസിയേഷൻ. ആൻഡ് ഡിപ്രീസിയേഷൻ ആകുമ്പോൾ ഗവൺമെന്റ് ഇന്റർവ്യൂ ചെയ്യും. സോ ഗവൺമെന്റ് മണി സപ്ലൈ കുറക്കും. സോ LM കർവ് ബാക്ക്വേർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇതായിരുന്നു ഇനീഷ്യൽ ഇൻകം. സോ ഇൻകം കുറഞ്ഞു. സോ ആൻസർ ഈസ് ഡിക്ലൈൻ. സോ ഇനിയുള്ള സിമ്പിൾ ടോപ്പിക്സ് ആണ്. വൈൽ കാൽക്കുലേറ്റിംഗ് GDP യൂസിംഗ് ദ എക്സ്പെൻഡിച്ചർ അപ്രോച്ച് ദ വാല്യൂ ഓഫ് ഇമ്പോർട്ട് സബ്സ്ട്രാക്റ്റഡ്. അതാണ് അസേർഷൻ. റീസൺ പറഞ്ഞ് ഇമ്പോർട്ട്സ് ആർ ഇൻക്ലൂഡഡ് വെൻ വാല്യൂ കൺസംഷൻ അതർ കോമൺസ് ആർ എക്സ്പെൻഡിച്ചർ കാൽക്കുലേറ്റഡ്.
ഇത് രണ്ടും അസേഷനും റീസണും ശരിയാണോ എന്നാണ് നോക്കേണ്ടത്. സോ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. നമുക്കറിയാം സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം. ഇവിടെ ഇമ്പോർട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? കൂട്ടുകയാണോ ചെയ്തിട്ടുള്ളത്, കുറക്കുകയാണോ ചെയ്തിട്ടുള്ളത്? ഇമ്പോർട്ട് സബ്സ്ട്രാക്റ്റഡ്. സോ ഫസ്റ്റ് വൺ ഈസ് കറക്റ്റ്. സോ ഇനി സെക്കൻഡ് ആണ് നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ട് ആർ ഇൻക്ലൂഡഡ് വെൻ വാല്യൂ ഓഫ് കൺസംഷൻ അതർ കോമ്പണൻസ് ഓഫ് എക്സ്പെൻസ് ആർ കാൽക്കുലേറ്റ്. ദാറ്റ് മീൻസ് ഇഫ് ഒരു എക്കോണമി ക്ലോസ്ഡ് എക്കോണമി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാവൂല, സി പ്ലസ് ഐ പ്ലസ് ജി. ഓക്കെ. പക്ഷെ ഒരു ഓപ്പൺ എക്കോണമി ആണെങ്കിൽ ആ എക്കോണമിയിലെ കൺസംഷൻ എന്തൊക്കെ? ഒരു കൺസംഷൻ സി, പിന്നെ മറ്റൊരു കൺസംഷൻ എന്താ? ഇമ്പോർട്ട് ആണ്. നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഒരു ഇൻകം കിട്ടുകയാണ്. ക്ലോസ്ഡ് എക്കോണമി ആണെന്നുണ്ടെങ്കിൽ ആ എക്കോണമിയിലുള്ള കൺസംഷന് വേണ്ടി തന്നെ ആ ഇൻകം മൊത്തം ഉപയോഗിക്കും. പക്ഷെ ഒരു ഓപ്പൺ എക്കോണമി ആണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫോറിൻ കൺട്രീസ് ഗുഡ്സ് നമ്മൾ ഇവിടെ യൂസ് കൺസംഷൻ നടത്താൻ വേണ്ടി ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അതൊരു കൺസംഷൻ ആണ്. സോ ആ ഒരു കൺസംഷനും കൂടി കൺസിഡർ ചെയ്യുന്നതാണ് ഇമ്പോർട്ട്സിന്റെ കേസിൽ പറഞ്ഞത്. ഇമ്പോർട്ട്സ് ആർ ഇൻക്ലൂഡ് ആൻഡ് ദ വാല്യൂ ഓഫ് കൺസംഷൻ അതർ കോംപ്ലക്സ് കാൽക്കുലേറ്റഡ്. So in the light of this, we can say that the assertion and the reasons are correct. So option വരില്ലേ, option 1. So അടുത്ത് നോക്കുക, given below two statement 2025 പർച്ചേസ് 5 ന്യൂ ട്രാക്ടേഴ്സ് ഒരു ഫാർമർ പർച്ചേസ് ചെയ്തു. ഈ സോൾഡ് ഈ 5 സോൾഡ് ഫാക്ടർ 50,000 ഫോർ ഈച്ചിന് അദ്ദേഹം വിൽക്കുകയും ചെയ്തു. The net increase in the GDP due to this transaction is 1250. അതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സോ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് നോക്കാം. 2020 ഈ 5 ട്രാക്ടർ വാങ്ങി 2000 ഒന്നിന് 2 ലക്ഷം വെച്ചിട്ട് 5 വിറ്റു 50,000. സോ ദ നെറ്റ് ഇൻക്രീസ് GDP ഈസ് 10,000. സോ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന്റെ ആൻസർ ആയിട്ട് വരിക, ഇതിന്റെ ആൻസർ കറക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. സോ ഇതിന്റെ ആൻസർ വരും ഓപ്ഷൻ 4 ആണ്. സ്റ്റേറ്റ്മെന്റ് 1 തെറ്റും, സ്റ്റേറ്റ്മെന്റ് ട്രൂ. അപ്പൊ അത് എങ്ങനെയാന്ന് നോക്കാം. 2 ലക്ഷം 2000 തൽക്കാലം 2 ലക്ഷത്തിന്റെ 5 ട്രാക്ടർ എന്ന് പറഞ്ഞാല് 5 ഇൻറ്റു 2 എത്രയാ? 2 ഇൻറ്റു 5 ടോട്ടൽ വരിക 10 ആണ്. ഓക്കെ. അപ്പോ ഇവിടെ പറയുന്നത് ദ നെറ്റ് ഇൻക്രീസ് ഇൻ 1250 ആണ്. അത് റോങ് ആണ്. 10 ലക്ഷമാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ സെയിൽ നടത്തി പറഞ്ഞു, വിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. നമുക്കറിയാം ഒരു വർഷത്തില് എന്തോരം പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ട് അത് മാത്രമേ GDPയിലോട്ട് ആഡ് ചെയ്യുള്ളൂ. അത് വിറ്റിട്ട് എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. കാരണം എന്താ വെച്ചാല് ഞാനിപ്പോ ഒരു ലാപ്പ് വാങ്ങി, ആ ലാപ്പ് ഞാൻ 50,000 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്. അത് GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യും. ഞാൻ പിന്നെ അത് മറ്റൊരാൾക്ക് വിറ്റാൽ അത് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് പിന്നെ ഇതിൽ കാൽക്കുലേറ്റിൽ ആഡ് ചെയ്യില്ല. കാരണം എന്താ? ഡബിൾ കൗണ്ടിങ് എന്നുള്ള ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഡബിൾ കൗണ്ടിങ് കുറക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം പ്രൊഡക്ഷൻ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഇവിടെ എന്തെങ്കിലും പുതുതായിട്ട് പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നോ ന്യൂ പ്രൊഡക്ഷൻ, ദർ ഇസ് ഓൺലി ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഇത് വിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ മറ്റൊരാൾക്ക് കമ്മീഷനോ അല്ലെങ്കിൽ സർവീസ് ചാർജ് എന്തെങ്കിലും കൊടുക്കാന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഇൻകാണ്. അപ്പൊ അത് എന്ത് ചെയ്യും? GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യും. സോ ഇവിടെ എന്തായാലും ഈ ഒരു ഏരിയ നോക്കണം. ഇത് എന്ത് സോൾവ് ചെയ്ത കോൺസെപ്റ്റ് വിടുക. എന്നിട്ട് ഈ ടോട്ടൽ എത്ര നോക്കാം. 5 ഇൻറ്റു 2 10 ആണ്. പക്ഷെ ഇവിടെ 12 കൊടുത്തിട്ടുള്ളത്, 1250. സോ ഇവിടെ 10 ആണ് കൊടുത്തിട്ടുള്ളത്. സോ ടോട്ടൽ നെറ്റ് ചേഞ്ച് 10. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ്, സ്റ്റേറ്റ്മെന്റ് ട്രൂ. Then the next question is also relating to the ISLM. When the economy is in liquidity trap, the LM curve is horizontal. നമ്മൾ ഓൾറെഡി പറഞ്ഞു. നേരത്തെ ക്വസ്റ്റ്യൻ വെർട്ടിക്കൽ ആണ്, പക്ഷെ ഹൊറിസോണ്ടൽ ആണ്. ഓക്കെ. LM curve ഹൊറിസോണ്ടൽ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ട്രൂ. ഫിസിക്കൽ പോളിസി ഇൻഎഫക്റ്റീവ് ആൻഡ് ദ എക്കോണമി ലിക്വിഡ് ട്രാപ്പ്. അത് അട്ടർലി ഫ്ലോപ്പ് ആയിട്ടുള്ള കൺസിഡറേഷൻ ആണ്. ഇങ്ങനെയുള്ള ലൈനായി മാറുമ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പ് സിറ്റുവേഷൻ മോണിറ്ററി പോളിസി വർക്ക് ചെയ്യാതിരിക്കുള്ളൂ. കെയ്ൻസ് പറഞ്ഞിട്ടുണ്ട് ഫിസിക്കൽ പോളിസി ഹൈലി എഫക്റ്റീവ് ആണ് ഈ ഒരു സിറ്റുവേഷനിൽ. എങ്ങനെയാ വെച്ചാല് ഇതിപ്പോ ഒരു LM കർവ് ആണെന്നുണ്ടെങ്കിൽ IS കർവ് ഇനീഷ്യൽ പോയിന്റ്, പിന്നെ ഫിസിക്കൽ പോളിസി കൊണ്ടുവന്ന ഭാഗമായിട്ട് എന്താണ് ഇൻക്രീസ് ചെയ്യുക? IS കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ IS കർവ് ഷിഫ്റ്റ് ചെയ്തു. ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ച് ഉണ്ടായിട്ടില്ല, ഇൻകം കൂടിയിട്ടുമുണ്ട്. ദാറ്റ് മീൻസ് ഹൈലി എഫക്റ്റീവ് ആണ് ഫിസിക്കൽ പോളിസി അവിടെ. ഇത് കെയ്നീഷ്യൻ റേഞ്ചിന്റെ കേസിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. സോ ആൻസർ എന്താ വരിക? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ് ആൻഡ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ.
സോ ഓപ്ഷൻ 4 ആണ്. ഓപ്ഷൻ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഓപ്ഷൻ 4 ആണ് വരിക. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ്. LM കർവ് ലിക്വിഡിറ്റി ട്രാപ്പിൽ ഹൊറിസോണ്ടൽ ആയിരിക്കില്ല. ഫിസിക്കൽ പോളിസി ഇൻഎഫക്റ്റീവ് വെൻ ദ എക്കോണമി ഈസ് ഇൻ ലിക്വിഡിറ്റി ട്രാപ്പ്. സോ ഓപ്ഷൻ അതല്ലല്ലോ വരില്ലേ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ഈസ് തെറ്റാണ്. കാരണം ഫിസിക്കൽ പോളിസി ഇവിടെ ഇൻഎഫക്റ്റീവ് എന്ന് പറയുന്നത്, പക്ഷെ നമുക്കറിയാം ഫിസിക്കൽ പോളിസി ശരിക്ക് എഫക്റ്റീവ് ആണ് എന്നുള്ളത്. സോ ഇത് തെറ്റ്, ഇത് തെറ്റ്. ആൻസർ ഈസ് 4. സ്റ്റേറ്റ്മെന്റ് 1ഉം തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് 2ഉം തെറ്റാണ്. ഇവിടെ ഇപ്പൊ എനിക്ക് ചെറിയ തെറ്റ് വരാൻ കാരണം ഈ ഒരു പോയിന്റിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. സോ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കണം. ഓക്കെ, സോ ഞാൻ അടുത്ത് നോക്കാനുള്ളത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിമാൻഡ് ഫോർ മണി തന്നിട്ടുണ്ട്, സപ്ലൈ ഫോർ മണി തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് LM കർവിന്റെ ഇക്വേഷൻ എന്തായിരിക്കും എന്തുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം LM കർവ് പറഞ്ഞാൽ ഡിമാൻഡ് ഫോർ മണി ഈക്വൽ ടു സപ്ലൈ ഫോർ മണി. സോ ഇവിടെ ഡിമാൻഡ് ഫോർ മണി എത്ര? 0.25y ഈസ് ഈക്വൽ ടു 500. സോ y മാത്രം ഇവിടെ വെക്കുക, 500നെ അങ്ങോട്ട് കൊണ്ടുപോവാ. സോ ഇത് നമുക്ക് എത്ര കിട്ടും? ഡിവൈഡഡ് ബൈ 25, 5 25 2 പ്രാവശ്യം. സോ 2000 എന്ന് കിട്ടും. സോ 2000 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെ ഉണ്ട്. സോ ഇനി അടുത്ത് നോക്കുന്നത് LM curve is vertical and defined by the y is equal to 2000 defined is a classical range. സോ ഇതിൽ ഓപ്ഷൻ വരിക ഓപ്ഷൻ 1 ആണ്. The LM curve is vertical and defined by the y is equal to 2000 and is defined the classical range. മറ്റേ LM curve is upward sloping. അതൊരിക്കലും അല്ല. ഇവിടെ ഈ ശരിക്ക് ഈ ക്വസ്റ്റ്യൻ തന്നപ്പോൾ M/P എന്നുള്ളത് ഈ ബാർ ഇട്ടാണ് ഇവിടെ ഫിക്സ്ഡ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഫിക്സ്ഡ് ആയിട്ടുള്ള ഇതിന് കോൺസ്റ്റന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കെയ്നീഷ്യൻ റേഞ്ചിലുള്ള LM കർവ് ഇങ്ങനത്തെ ഒരു റേഞ്ച് ആയിരിക്കും. സോ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക 2000 വിത്ത് ക്ലാസിക്കൽ റേഞ്ച്. LM കർവ് ഇസ് വെർട്ടിക്കൽ ഡിഫൈൻഡ്. ഓക്കെ, വെർട്ടിക്കലി y is equal to 2000 ആൻഡ് ദി ക്ലാസിക്കൽ റേഞ്ച്. സോ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. സമയപരിമിതി മൂലം കുറച്ച് അടിച്ചു വിട്ട് പോയിട്ടുണ്ടെന്ന് അറിയാം. സോ ഓപ്ഷൻസ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇതെടുത്ത് മനസ്സിലാവും. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണോ? ഞാൻ ഒന്നുകൂടെ ഫസ്റ്റ് മുതൽ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയിട്ട് സംശയം തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, 2, 3. നിങ്ങളൊന്നത് വേണം ഒന്നുകൂടെ ഒന്ന് ഇത് PPT ഷെയർ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് നോക്കുക കേട്ടോ. വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്തിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇത് 1 മുതൽ 18 വരെ ഒന്നുകൂടെ ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇതിനൊക്കെ ബേസ് എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കുക. ക്വസ്റ്റ്യന് തന്നെ ആൻസേഴ്സ് ഉണ്ടാവും. കുറെ കണക്ക് മാത്സ് ഒക്കെ തന്നിട്ടുണ്ട്, പക്ഷെ ഒക്കെ സിമ്പിൾ ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലായി ചെയ്യാണ്. y സീക്വൽ സി പ്ലസ് ഐ ചെയ്യാൻ നമ്മൾ കുറെ ഏരിയയിൽ യൂസ് ചെയ്തിട്ടില്ലേ. അഗ്രിഗേറ്റ് ഡിമാൻഡ് സീക്വൽ അഗ്രിഗേറ്റ് സപ്ലൈ. ഈ ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഫുള്ളി ഇങ്ങനെ ഈ ഒരു ഏരിയയിലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവന്നിട്ടുള്ളത്. മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതാ? മിഡൽ ഫ്ലമിങ്ങും ISL-ഉം. അതിലെ പല ഷിഫ്റ്റുകളായിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നെറ്റിൽ നിന്നൊക്കെ കിട്ടും. അതൊക്കെ ചെയ്ത് നോക്കുക. സോ നോക്കുക. പിന്നെ മുണ്ടൽ ഫിലിമിന് ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങൾക്ക് കുറച്ച് എക്സ്പേർട്ട് ആയിരിക്കണം. അതിന് ബുദ്ധിമുട്ടുള്ളവർ പേടിക്കണ്ട, ഞാൻ പറഞ്ഞ കോഡ് ഉപയോഗിച്ചാലും മതി. അതില് ആ കോഡ് എന്തായിരുന്നു? ഫെലിക്സ് മോൻ പെർഫെക്റ്റ്. ഓക്കെ, 5P ഫ്ലെക്സിബിള് മോണിറ്ററി പോളിസി പെർഫെക്റ്റ്. അപ്പോൾ ഫ്ലെക്സിബിള് ഫിസിക്കൽ പോളിസി ഇംപെർഫെക്റ്റ്. ഫിക്സ്ഡില് ഫിസിക്കൽ പോളിസി പെർഫെക്റ്റ്. അപ്പോൾ ഫിക്സ്ഡില് മോണിറ്ററി പോളിസി ഇംപെർഫെക്റ്റ്. ഇത് മനസ്സിലാക്കിയാൽ തന്നെ ആ ക്വസ്റ്റ്യൻ ഈസിലി ആൻസർ ചെയ്യാം. പിന്നെ കോൺസെപ്റ്റ് മനസ്സിലാവുന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആ ഗ്രാഫിക്കലി ചെയ്ത് നോക്കുക. എക്സാമിന് പക്ഷെ അത് പോസിബിൾ അല്ല. ഒരു ഗ്രാഫൊക്കെ വരച്ചു നോക്കി നിങ്ങൾക്ക് ഐഡിയ ചെയ്ത് പഠിച്ചാൽ ഈസിലി യു ക്യാൻ റൈറ്റ്. സോ ഇതിൽ ഏതെങ്കിലും ഭാഗം സംശയം ഉണ്ടോ? അമൽ, ഫാത്തിമ, ആർക്കെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യന്?
അതെ അതെ അമൽ ഞാൻ കണ്ടില്ല. ഇത് ശരിയാണ്. ലിക്വിഡിറ്റി ട്രാപ്പ് ആകുമ്പോൾ എൽ എം കർവ് ഹൊറിസോണ്ടൽ ആണ്. അതന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ ഈ മുണ്ടൽ ഫ്ലമിങ്ങും ഐ എസ് എല്ലും നിങ്ങൾ എന്ത് ചെയ്യുക, കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചിട്ടുള്ള ഓക്കെയാണ്. ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് കുറെ ക്വസ്റ്റ്യൻ ഫെമിലിയർ ആവുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. സോ താങ്ക് യു.